ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് രാവിലെ തിരുമുൽ കാഴ്ചയുമായി തിരുസന്നിധിയോട് അടുത്തു വരുവാൻ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ പാദത്തിൽ മുട്ടുകൾ മടക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് തന്ന മഹാകരുണയ്ക്കായി നന്ദി കർത്താവേ, നന്ദി. രാജാധിരാജാവും ദൈവാധിദൈവവുമേ, സ്വർഗത്തിനും ഭൂമിക്കും യജമാനനെ, ഞങ്ങളുടെ നടുവിൽ അങ്ങയുടെ സാന്നിധ്യം വളരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽ ഖനീഭവിച്ച ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുവാൻ അങ്ങ് കൃപ തന്നതിനായി സ്തോത്രം. വന്ന് എല്ലാവരെയും അങ്ങ് ആശീർവദിക്കണമേ. വഴിയാത്രയിലായിരിക്കുന്നവരെ കർത്താവ് മാനിക്കണമേ. അപകടമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഭവനങ്ങളിൽ എത്തുവോളവും തുടർന്നും അങ്ങയുടെ കാവൽ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണമേ. ഇന്നിവിടെ നിന്ന് ഉയരുന്ന ആരാധനകൾ തടയുന്ന ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറി നീക്കട്ടെ. തവയെ ഞങ്ങളുടെ മീഡിയയെ ഉൾപ്പെടെ ചെറുതും വലുതുമായി ഇത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വന്നിരിക്കുന്നവരുടെ അറ്റൻഷൻ, അൺഡിവൈഡഡ് അറ്റൻഷൻ ദൈവം മുമ്പിൽ കാഴ്ചവെക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങളെ ഏകീകരിച്ച് ഒരുമിച്ചിരുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പാട്ടുകൾ ആരാധനകളായി മാറട്ടെ. ഞങ്ങളുടെ വചനധ്യാനത്തിങ്കൽ തീ കത്തട്ടെ. ദൈവം ഞങ്ങളോട് ഇടപെടണമേ, മറുപടി തരണമേ. സകല മഹത്വവും അങ്ങേക്ക് മാത്രം. സകലതും തിരുനാമ മഹത്വത്തിനാകട്ടെ. ഗ്ലോബലായി ഞങ്ങൾ അങ്ങയെ സേവിപ്പാൻ ഇന്ന് പകൽ ബെഥലൈറ്റ്സ് എന്ന പേരിൽ ഒരുമിച്ച് കൂടുന്നവരെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ തരുന്നു. അവരെ പ്രത്യേകം ആശീർവദിക്കണമേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന എല്ലാ സഭകളും ഇന്ന് പകൽ ആത്മശക്തിയിലാകേണ്ടതിന് ദൈവത്തിൻ്റെ കൃപ ഓരോ സഭകളുടെ മേൽ, ഇടങ്ങളുടെ മേൽ പകരണമേ. മുഴുമഹത്വവും അങ്ങേക്ക്, അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എല്ലാ ദൈവമക്കൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ, സന്തോഷമുള്ള മുഖങ്ങൾ കാണുവാൻ ദൈവമായ കർത്താവിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളോടൊപ്പം ആരാധിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും, ഒന്ന് ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാട്ട് ഉപകാരങ്ങളൊന്നും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ ദൈവമക്കളും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്തൊന്ന് സ്തുതിച്ചാൽ. ഹല്ലേലൂയ. Glory to God, glory to God, glory to God. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നും നിന്നുടെ ഛായയിൽ എന്നെ സൃഷ്ടിച്ചു, നിത്യമായി എന്നെ സ്നേഹിച്ചു, തന്റെ പുത്രനെ തന്ന് എന്നെ രക്ഷിക്കുവാൻ കൊണ്ടുവിടയായി തീർന്നു. പകൽക്കാലം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. Glory to God, Jesus. We thank you, Lord Jesus. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്നെ
ഈ ലോകത്തിൽ വന്നേശു എന്നെ നാളൊഴി താൻ സഹിച്ചു പീഡകൾ സങ്കടങ്ങൾ താടുകൾ ഈ ലോകത്തിൽ വന്നേശു എന്നെ നാളൊഴി താൻ സഹിച്ചു പീഡകൾ സങ്കടങ്ങൾ താഴുകൾ നീചമരണവും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് യേശുവേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി മോചനം നീജത്താപിയന്നിൽ നിന്നമാവിന്റെ തന്നു സ്വർഗാനുഗ്രഹങ്ങളും ഭോജനം ഭോജനം വീണ്ടും നീജൻ പാപി എന്നിൽ നിന്നാത്മാവിന്റെ ദാനവും തന്നു സ്വർഗാനുഗ്രഹങ്ങളും എല്ലാ കരങ്ങളും ഉയർത്തി യേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടും. അന്നവസ്ത്രാദി നന്മകളെ നന്ദിയോടെ എണ്ണമില്ലാതെ തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. അങ്ങേ ഞാൻ
ഹൃദയത്തോടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, ദൈവിക ശക്തി അനുഭവിച്ചുകൊണ്ട് കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും. എത്രിയൻ കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനംതോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അലങ്ങിയതാ. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അലങ്ങിയതാ. പകരുകയില്ല ഞാൻ, പകരുകയില്ല ഞാൻ. പ്രതികൂലം അനവധി വന്നിടും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. മനോഹരം അനവധി വന്നിടും. എക്കാലം കാത്തിടും, എത്തിയൻ പോകിടും. എന്നാലും നടത്തിടും അന്ത്യം വരെ. എക്കാലം കാത്തിടും, എത്തിയൻ പോകിടും. എന്നാലും നടത്തിടും അന്ത്യം വരെ. കടലാ തീരച്ചാലെതിരാൽ പിൻപിൽ വന്നൈനി പിൻഗമിച്ചാൽ. കടലാ തീരച്ചാലെതിരാൽ പിൻപിൽ വന്നൈനി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാലിയാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാലിയാൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലം അനവധി സന്തോഷത്തോടെ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. മനോഹരം അനവധി വന്നിടും. കേൾക്കാത്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എല്ലാവരും നടത്തിടും അന്ത്യം വരെ. കേൾക്കാത്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എല്ലാവരും നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരാൽ എരിഞ്ഞാൽ ശത്രുവിനെ തോൽപ്പിക്കപ്പെട്ടാൽ. എരിയും തീച്ചുളയെതിരാൽ എരിഞ്ഞാൽ ശത്രുവിനെ തോൽപ്പിക്കപ്പെട്ടാൽ. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി എഴുതിടാതെ വിടുവിക്കും. ആമേൻ. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി എഴുതിടാതെ വിടുവിക്കും. അവൻ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലം അനവധി വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. മനോഹരം അനവധി വന്നിടും. എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാതെ നടത്തിടും അന്ത്യം വരെ. എൻ കാതൽ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാതെ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലിനെ പോൽ വിധപ്പെട്ടാൽ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലിനെ പോൽ വിധപ്പെട്ടാൽ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സേനായകൻ കൺമണി പോലെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സേനായകൻ കൺമണി പോലെ കാത്തുകൊള്ളും. ഓ പകരുക ഹല്ലേലൂയ. Glory to God. Oh Jesus. Oh വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. ലോകനം അനവധി വന്നിടും. അമേരെ കാത്തിടും, എൻ പ്രിയൻ പോകിടും. എന്നാലും നടത്തിടും അന്ത്യം വരെ. എൻ കാത്തിടും, എൻ പ്രിയൻ പോകിടും. എന്നാലും നടത്തിടും അന്ത്യം വരെ. എരിത്ത് തോട്ടിൽ വെള്ളം പറ്റിയാലും അകയിൻ വരവ് നിന്നിടും. എരിത്ത് തോട്ടില് വെള്ളം പറ്റിയാലും അകയിൻ വരവ് നിന്നിടും. ഓ താരപത്തൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയനെന്നെ. ആമേൻ. വിശ്വാസത്തോടെ താരപത്തൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയനെന്നെയും ഒറ്റിക്കൊള്ളും. ആമേൻ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. Glory
തകർന്നു പോയാലും എൻ കാന്തനേശു നേരിടില്ല. എന്നെ ഉയർപ്പിക്കും ഈ ശരീരത്തോടെ കൈക്കൊള്ളുവേളേ മഹത്വത്തിൽ ഉയർപ്പിക്കും ഈ ശരീരത്തോടെ കൈക്കൊള്ളുവേളേ മഹത്വത്തിൽ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടുകയും അവൻ വീഴുകയില്ല. കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാതൽ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മുൻപിച്ച കടലാ തീരച്ചാലെ തീരാ പിൻപിൽ വൈകി പിൻകവിച്ച മുൻപിച്ച കടലാ തീരച്ചാലെ തീരാ പിൻപിൽ വൈകി പിൻകവിച്ച ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അങ്ങനെ എത്തിക്കും വിശ്വാസത്തോടെ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടും അവൻ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. വിശ്വാസത്തോടെ ചെങ്കടലിൽ കൂടെ ചെങ്കൽ പാതയൊരുക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിജ്ഞാനം നേരം ദാനം കനകച്ചേലേ വീഗക്ഷാലകനന്ദന വികാരകലേനകനന്ദനദാനം വീരകദാനം കനകക്ഷൈരാലകലേ ദുരകക്ഷൈരാലികലധാനം നേരം ദാന വിവാരകേലകദാനകലീനക്ഷാലം കനകക്ഷൈരാലികലധേനകദാനം നേരം ദാനകാലത്തേലേ വീഗക്ഷാല. നിന്റെ കാലുകൾ ചലിക്കട്ടെ, നിന്റെ കൈകൾ ചലിക്കട്ടെ. ദൈവത്തിന്റെ ശരീരം ദൈവത്തിന് വേണ്ടി ചലിക്കട്ടെ. ഇന്ന് പകൽക്കാലം നിന്നെ ഒരു ആരാധനയായി വിട്ടുകൊടുക്കുമ്പോ ആരാധന നിന്നെ സൗഖ്യമാക്കുന്നു. കാൽവറി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളും യേശുപരാ. കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളും യേശുപരാ.
ക്രൂശത്തിൽ അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ ഞാനെന്തുള്ളൂ 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 യേശുവനാ ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ യേശുവനാ വീണ്ടും ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ വരുന്നു. അങ്ങ് ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലുത് മുൻകരുതി. ലോകസ്ഥാപനത്തിനു മുന്നമേ, ഏതു സൃഷ്ടിക്കും മുന്നമേ, തിരുഹിതത്തിൽ മറഞ്ഞുകിടന്ന മർമ്മത്തിൻ്റെ പ്രസാദത്തിനൊത്തവണ്ണം അതിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി കാലസമ്പൂർണതയിൽ ഞങ്ങളുടെ പുത്രനെ അയക്കുകയും ഈ കാലത്തികവിങ്കൽ ഞങ്ങളെ ദൈവസന്നിധിയിൽ ഒരുക്കി നിർത്തുകയും ചെയ്ത അങ്ങയുടെ മഹാകരുണയ്ക്കായി നന്ദി. ഇന്ന് പകൽ യേശു ഞങ്ങളോട് സംസാരിക്കുവാൻ, പരിശുദ്ധ പിതാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അങ്ങ് ഞങ്ങളെ ആശീർവദിച്ചുവെന്ന് ഉറപ്പുവരുത്തുവാൻ, അങ്ങയുടെ അനുഗ്രഹങ്ങളും വിടുതലുകളുമായി മടങ്ങുവാൻ അവിടുന്ന് കൃപ തന്നാലും മുഴുമഹത്വവും അങ്ങേക്ക്. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദയവായിരുന്നാലും നമ്മൾ ഇതിലെ വാക്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യും. എല്ലാവർക്കും വായിക്കാനൊരു അവസരമായിരിക്കും. എടുത്തു വായിക്കാൻ പ്രത്യേകിച്ചൊരു സ്ലിപ്പ് അതുകൊണ്ട് ഇന്ന് എൻ്റെ ഇല്ല. ചില വാക്യങ്ങൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടും എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മളവിടെ വരും. അതിങ്ങനെയാണ്: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമൊക്കെയും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി തീരണമെന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് കർത്താവ് ചിലത് ചെയ്തുവെന്ന് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ആവർത്തിക്കാൻ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഇവിടെ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോടെ ഇടപെട്ട ദൈവസഭയോട് എടുക്കുവാൻ തന്ന ഒരു ഗൗരവമേറിയ ആശയമായിരുന്നു എഫേസ് ലേഖനം 1:10 കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്നത്. കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്നത് ഇന്ന് നമ്മളതായിരിക്കും എടുക്കുന്നതും പഠിക്കുന്നതും. എന്നാൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന് ദൈവം എനിക്ക് തന്ന 1-2 പ്രത്യേകതകൾ തൊടുവാനായി താല്പര്യപ്പെടും. ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ആത്മീയമായൊരു ചേഞ്ച് സഭയ്ക്കുണ്ടാകുമെന്ന് നേരത്തെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവാചകന്മാരിലൂടെ അറിയിച്ചിരുന്നു. സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോകവ്യാപകമായ ദൈവജനത്തിന് അതുണ്ടാകും. അത് പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയ്ക്കുണ്ടാകുമെന്ന് മാത്രമേ എന്നോട് പ്രവചനാത്മാവിൽ പറഞ്ഞുള്ളൂ. അതിനപ്പുറത്തേത് ഞാൻ കയറി വിശ്വസിക്കുക. ആ സാഹചര്യത്തിൽ ഫെബ്രുവരി മാസം 3-ാം തീയതി ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നു. ഞാനൊരു കൺവെൻഷന് പോയിരിക്കുകയായിരുന്നു. ആ കൺവെൻഷനിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. ഇതൊന്ന് ഗൗരവമായി ശ്രദ്ധിക്കണേ. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു വെച്ച് പറഞ്ഞു, ഞാനൊരു ചർച്ചിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നയാളാണ്. ഒരു പെൻഡക്കോസ്റ്റൽ ചർച്ചിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നയാളാണ്. ധാരാളമായി പണം ലഭിക്കുന്നുണ്ട്. അത് മുൻപിൽ നിൽക്കുന്ന ചില വ്യക്തികളുടെ ലക്ഷറിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എൻ്റെ ഹൃദയത്തെ തൊട്ടു. ഈ മനുഷ്യൻ പാവപ്പെട്ട ഒരു വീട്ടിലെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ പ്രധാനമായും തൊട്ടത്. എൻ്റെ ഹൃദയത്തെ തൊട്ടു. 2, ഉപദേശം ശരിയായി പഠിപ്പിക്കുക എന്നൊന്ന് ഞങ്ങളുടെ സഭയിലില്ല. കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഇഷ്ടപ്പെട്ട വഴിയെ നടക്കുക, എല്ലാം കൃപ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇവരുടെ ശമ്പളം വാങ്ങുന്നത് തെറ്റായിരിക്കും എന്നൊരു തോന്നൽ എൻ്റെ ഹൃദയത്തിലുണ്ടായി. അദ്ദേഹം പറയുക, പക്ഷേ ശമ്പളം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. എൻ്റെ അപ്പനൊരു രോഗിയാണ്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ചെലവ് കഴിയുവാൻ എനിക്ക് ശമ്പളം നിർബന്ധമായി വേണം. പക്ഷേ ഇത് വാങ്ങിച്ച് നരകത്തിൽ പോകുമോ ഈ ഭയം കൊണ്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ, ഞാൻ എന്തു വേണം അങ്ങ് എന്നോട് സംസാരിക്കണം. ഒരു രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഏറെക്കുറെ 10:30 മണിയോടുകൂടെ
അദ്ദേഹം പറഞ്ഞു, ഒരു പുരുഷൻ എൻ്റെ ബെഡിൻ്റെ ഇറമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. 25 വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചനാണ്. ഒരു പുരുഷൻ എൻ്റെ ബെഡിൻ്റെ അരികിൽ നിൽക്കുന്നതായി എനിക്ക് തോന്നി, ഞാൻ കണ്ടു. ആ പുരുഷൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, 2.5 മണിക്കൂർ കൊണ്ട് നീ എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാം മറുപടിയായി നീ ചാകാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. 2.5 മണിക്കൂറുടെ നിനക്ക് ആയുസ്സുള്ളൂ എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, ഇത് നിശ്ചയമായും ദൈവികമല്ല, ഇതേതോ ദുരാത്മാവ് എന്നോട് സംസാരിക്കുക. അതുകൊണ്ട് ഇനിയും പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ല, ഈ ദുരാത്മാവായിരിക്കും തുടർന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തി കിടന്നുറങ്ങി. പക്ഷെ കറക്റ്റ് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ വാചകമാണ്, കറക്റ്റ് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നുറങ്ങുന്ന റൂമിൽ എൻ്റെ ഭിത്തിയിൽ ഒരു ദ്വാരമുള്ളതായി കണ്ടു. ആ ദ്വാരത്തിലൂടെ ഒരു വെളിച്ചം എൻ്റെ നേരെ അടിച്ചു. ആ വലിയ പ്രകാശത്തിൽ ഞാൻ ഉണർന്നെഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റിരുന്നു, സമയം നോക്കി, കറക്റ്റ് 2.5 മണിക്കൂർ കഴിഞ്ഞുവെന്നറിഞ്ഞു. എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് വെളിയിൽ വരുന്നതും എൻ്റെ ശരീരം കിടക്കയിലേക്ക് തിരികെ വീഴുന്നതും ഞാൻ വ്യക്തമായി കണ്ടു. അദ്ദേഹം തുടരുക. അവിടെ നിന്ന് എന്നെ ഒരു ദൂതനായിരുന്നു അദ്ദേഹം കൊണ്ടുപോയത് നരകത്തിൻ്റെ ഒരു ദൃശ്യം കാണിക്കേണ്ടതിനാണ്. നരകത്തിൽ എന്നെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. കറുത്ത നിറമുള്ള രക്തം തളം കെട്ടി ഒഴുകുന്ന ഒരു ഭാഗം. ഞാൻ ജോലി ചെയ്യുന്ന ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററേയും തൻ്റെ ഭാര്യയെയും ഓരോ കരം തമ്മിൽ ചേർത്ത് കെട്ടി ഈ രക്തത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഈ രക്തത്തിൽ നീന്തി തുടിക്കുന്നതിൻ്റെ ഇടയിൽ അവരെ പൊക്കിയെടുത്ത് തീയിലിടും. കുറച്ച് സമയം തീയിൽ വെച്ച് കത്തിച്ച ശേഷം വീണ്ടും എടുത്ത് ഈ രക്തത്തിലിടും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി രക്തത്തിൽ നിന്ന് തീയിലേക്ക് ഇടുകയാണ്. അവർ രണ്ടുപേരും എൻ്റെ കാലിൽ വന്ന് പിടിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എങ്ങനെ രക്ഷിക്കും? രക്ഷിക്കുവാൻ എനിക്കൊന്നുമില്ല. എന്നെ കൊണ്ടുപോയ ദൂതൻ അവിടെ നിന്ന് മാറി സഭയുടെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി, നരകത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. എൻ്റെ സഭയിൽ വരുന്ന 98% ആളുകളും അവിടെ കിടപ്പുണ്ട്. എല്ലാവരും ഇതുപോലെ നരകയാതന അനുഭവിക്കുക. അവരും എൻ്റെ കാലിൽ പിടിച്ചു, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഞാൻ എന്തു ചെയ്യും? എങ്ങനെ രക്ഷിക്കും? എന്നെ കൊണ്ടുപോയി ദൂതൻ എന്നോട് പറഞ്ഞു, ഇതാണ് ഇത്തരം സഭകളുടെ പര്യവസാനം. ഭൂമിയിൽ അവർക്കെല്ലാം ഉണ്ടെന്ന് തോന്നും, ഉന്നതരെന്ന് തോന്നും. അശുദ്ധ ശക്തികൾക്ക് വിധേയരായി ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വിട്ടകന്ന് അവർക്ക് ബോധിച്ചതുപോലെ ജീവിക്കും. അന്ത്യത്തിൽ ഇവിടെയാണ് വന്നു ചേരുന്നത്. നീ തൽക്കാലം റിസൈൻ ചെയ്യണ്ട. നീ ഇനി മേലാൽ അവിടുത്തെ ആരാധനയ്ക്ക് പോകരുത്. നീയും ഇതുപോലെയാകും. നീ ആരാധനയ്ക്ക് കുറച്ച് നാൾ ചെല്ലാതിരിക്കുമ്പോൾ ഓഫീസിൽ നിന്ന് തന്നെ പിരിച്ചു വിട്ടോളും. അന്ന് നിനക്ക് ജീവിക്കാൻ ഒരു ജോലി ഞാൻ വേറെ തന്നിരിക്കും. അവരുടെ ആകൃത്യം തികയട്ടെ. ആ പദം ഭയങ്കരമാണ്. ദൈവം ചിലതിനെ കുറച്ച് നാളൂടെ പാപം ചെയ്യാൻ അനുവദിക്കും. അവരുടെ ആകൃത്യം തികയട്ടെ, അതുവരെ നീ അവിടെ തന്നെ ജോലി ചെയ്യും. അദ്ദേഹം പറഞ്ഞു, അതങ്ങ് കഴിഞ്ഞു. ഒരാഴ്ചയിലധികമായി. കഴിഞ്ഞ രാത്രിയിൽ, അതായത് ഈ വർഷം ഫെബ്രുവരി മാസം 2-ാം തീയതി രാത്രിയിൽ എൻ്റെ അപ്പന് സുഖമില്ലായിരുന്നത് കൊണ്ട് ഒരു അവധി എടുത്ത് എൻ്റെ വീട്ടിൽ വരേണ്ടതായി വന്നു. വീണ്ടും അവിടെ വന്ന് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ കിടക്കുമ്പോൾ ഇതേ വെളിച്ചം എൻ്റെ നേരെ അടിച്ചു. ആത്മാവൊന്നും പുറത്തു വന്നില്ല. പക്ഷേ എൻ്റെ ബെഡിൻ്റെ അരികിൽ നിൽക്കുന്ന പുരുഷൻ എൻ്റെ അരികിൽ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, എം.എ. വർഗീസ് ഇവിടെ അടുക്കലുണ്ട്, നീ പോയി ഈ വിവരം എം.എ. വർഗീസിനോട് പറയണം. എനിക്കിത് നേരത്തെ അറിയാവുന്നതാണ്. വിശുദ്ധ ഉപദേശത്തിൽ നിന്നൊരു വ്യക്തി വെളിയിൽ പോയാൽ ജീവിതം മാന്യമായി സൂക്ഷിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ശിക്ഷാവിധി പണ്ടത്തേതിനേക്കാൾ വലുതാണ്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്ക് അനുയുക്തമായ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ചുട്ടുകളകയാണ് അതിൻ്റെ അന്തം. എനിക്കിത് അറിയാവുന്നതാണ്. കഴിഞ്ഞു. ഫെബ്രുവരി 2-ാം തീയതിത്തെ സംഭവം കഴിഞ്ഞു. ഫെബ്രുവരി മാസം 17-ാം തീയതി ഈ കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് ഞാനൊരു കൺവെൻഷന് വേണ്ടി ഉണ്ടായിരുന്നു. ഉണർവുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ പ്രദേശത്ത് മീറ്റിങ്ങുകൾ ഒരുപാട് നടക്കും. സംഘടനകളുടെ മീറ്റിങ്ങുകൾ നടക്കും, സമൂഹങ്ങളുടെ മീറ്റിങ്ങുകൾ നടക്കും, പാർട്ടികളുടെ മീറ്റിംഗ് നടക്കും. ഞാൻ അതിൻ്റെ കാര്യമല്ല പറയുന്നത്. ആത്മീക ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അഭിഷക്ത വൃന്ദത്തെ ഉയർത്തിയെടുക്കുന്ന അത്തരം ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കർത്തൃദാസനെ കണ്ടു. തൻ്റെ സഭയിൽ പോകുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കർത്തൃദാസന്, ഞങ്ങളുടെ പാസ്റ്റർക്ക് കഴിഞ്ഞ ദിവസം സ്വർഗത്തിലേക്കുള്ള ഒരു ദർശനമുണ്ടായി. ആ ദർശനത്തെ തുടർന്ന് ഈ മനുഷ്യൻ ആൾ മാറിയതുപോലെയായി. പഴയതുപോലെ അല്ല തൻ്റെ ആത്മീക നിലവാരം. അങ്ങ് ടോട്ടൽ ചേഞ്ച്, അതിഭയങ്കരമായൊരു ചേഞ്ചുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടു. 17-ാം തീയതി തന്നെ അദ്ദേഹത്തെ കണ്ടു. 17-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം യാത്ര ചെയ്തു. മനഃപൂർവ്വം യാത്ര ചെയ്തതാണ്. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, പാസ്റ്റർ, അങ്ങേക്ക് ഇങ്ങനെ ഒരു ദൈവ ദർശനം ഉണ്ടായി എന്ന് കേട്ടു, എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാം.
അദ്ദേഹം പറഞ്ഞ് പറയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. യേശുവിൻ്റെ ചുറ്റും ഒരു സർക്കിൾ നിൽക്കുന്നത് കണ്ട് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനതൊരു ഒരു പിക്ചർ ഫോമിൽ ഇന്നത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടാലറിയാം. നെക്സ്റ്റ് പടം ഞാൻ എടുത്തോളാം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഇത് വെറും ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന പിക്ചേഴ്സ് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ ദർശനത്തിലോട്ട് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്, ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഗിവ് മീ ദ പിക്ചർ. ഓക്കെ. അദ്ദേഹം പറഞ്ഞു യേശു മധ്യത്തിൽ ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടു, അല്ലെങ്കിൽ നിൽക്കുന്നതെന്ന് എന്നോട് പറഞ്ഞ്. യേശു നിൽക്കുന്ന ഒരു കാഴ്ച. തൻ്റെ ചുറ്റും ഒരു സർക്കിളിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ നിൽപ്പുണ്ട്. ഈ തലമുറയിൽ ജീവനോടിരിക്കുന്നവരും ഇന്ന് ജീവനോടിരിക്കുന്നവരും ദൈവ തേജസ്സാൽ നിറഞ്ഞവരുമായവരായിരിക്കും അവിടെ ഉള്ളത്. അതിൻ്റെ പുറകിൽ രണ്ടാമതൊരു ലെവലുണ്ട്. രണ്ടാമത്തെ ലെവലിലും ആളുകളുണ്ട്. മൂന്നാമത്തെ ലെവൽ മുതൽ ഇരുൾ വ്യാപരിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ കാര്യമാണേ, നരകത്തിലല്ല. ഒന്നാമത്തെ ലെവലിൽ നിൽക്കുന്നവരുടെ വസ്ത്രങ്ങൾ അതിവിചിത്രവും വിശിഷ്ടവുമാണ്. താൻ പറഞ്ഞ പദങ്ങൾ ഞാൻ അതുപോലെ ആവർത്തിക്കുകയാണ്. ഇത് ഒരു മാനുഷിക കണക്കുകൂട്ടലിൽ നിന്ന് അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച കണക്ക് അദ്ദേഹം പറയുന്നതാണ്. സ്വർഗത്തിലെ അക്യുറസി അല്ല, ഉപദേശമല്ല. ഇതിൻ്റെ അക്യുറസി അല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ചില കാര്യങ്ങൾ തൊടുക മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു ഒന്നാം ലെവലിൽ നിൽക്കുന്നവരിൽ മലയാളികളായി ഞാൻ വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുള്ള 100-600 പേരെ ശ്രദ്ധിച്ച് നോക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു. പക്ഷെ അതിൽ 4 പേരെ അവിടെ ഉള്ളൂ. എൻ്റെ ചർച്ചിൽ ഞാൻ വിളിച്ച ഉണർവ് പ്രസംഗകർ എന്ന പേരിൽ ഉന്നത ലെവലിൽ മാനിച്ചു വിട്ട 600-ലധികം വ്യക്തികളുണ്ട്. അതിൽ 4 വ്യക്തികളെ മലയാളികളുടെ കൂട്ടത്തിൽ ഞാൻ അവിടെ കണ്ടുള്ളൂ. ആഫ്രിക്കക്കാരാണ് ഞാൻ കണ്ടതിൽ അധികവും. യേശുവിൻ്റെ നാമത്തിനു വേണ്ടി തല വെട്ടിക്കളയപ്പെട്ടവർ, കയ്യും കാലും വെട്ടിക്കളയപ്പെട്ടവർ. നമുക്കറിയാം ഈ തലമുറയിൽ വരുന്ന വരവ്. ഇങ്ങനെയുള്ളവരാണ് അധികവും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. എന്നോട് ചോദിച്ചു, നീ 100-600 എണ്ണത്തെ വിളിച്ച് കാര്യമായി ഉപചരിച്ചു വിട്ടു, അതിൽ ഇവിടെ വന്നവർ എത്രയുണ്ടെന്ന് നോക്ക്. കൺവെൻഷനുകൾക്ക് വേണ്ടി ആളുകളെ വിളിക്കുമ്പോൾ മനുഷ്യൻ്റെ സമയം കൊല്ലാതെ പ്രാപിച്ചവർക്ക് മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയുള്ളൂ. പ്രൊഡക്റ്റീവായ കൺവെൻഷനുകൾ നടക്കട്ടെ, വിളിക്കാൻ പറഞ്ഞു. ആ നിൽക്കുന്നവരിൽ ഓരോരുത്തരെ വ്യക്തമായി തേജസ്സോടുകൂടി അവർ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. എന്നോട് പറഞ്ഞവരുടെ വസ്ത്രങ്ങളിൽ വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും വസ്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഒരുപാട് ചിത്രത്തയ്യലുള്ള വസ്ത്രങ്ങളാണ്. എന്നോട് പറഞ്ഞു ചിലരുടെ വസ്ത്രങ്ങൾ 4 ഇഞ്ച് തിക്ക്, പക്ഷെ പഞ്ഞുപോലെ മൃദുലവും അതിൽ നിന്ന് വലിയ തേജസ് സ്ഫുരിക്കുന്നതും മുഴുവനും ചിത്രപ്പണികളുമാണ്. വേറെ ചിലരുടെ വസ്ത്രങ്ങൾ 2 ഇഞ്ചേ ഉള്ളൂ, ഇച്ചിരൂടെ കട്ടിയുള്ളതാ. തിക്നെസ് കുറവാണ്, പക്ഷെ സ്റ്റഫ് കട്ടിയുള്ളതാ, തേജസ്സും കുറവാ. ചിലർക്ക് നൈലോൺ പോലുള്ള വസ്ത്രമാണ്, നഗ്നത കാണുമെന്നല്ല, കട്ടിയുള്ളതാണ്, തിക്കാണ്, അതിനകത്ത് ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷെ തേജസ്സും കുറവുണ്ട്. ഫസ്റ്റ് സർക്കിളിൽ ഇരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും കണ്ടാൽ തിരിച്ചറിയാം. ഓരോ വ്യക്തികളെ ഇന്നരാണ് മുഖച്ഛായ തേജസ്സോടുകൂടെ നിൽക്കുക. യേശു നേരിട്ടവിടെ നിന്നുകൊണ്ട് ഇവൻ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു, ഇവൻ എൻ്റെ നാമത്തിനു വേണ്ടി ഇന്നത് സഫർ ചെയ്തു, ഇവൻ ഇന്നത് ചെയ്തു എന്ന് പേരുകൾ എടുത്തു പറയുക. ഒരു ദൂതനെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കുകയല്ല, യേശു തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ സ്വയം നിന്ന് ഏറ്റുപറയുകയാണ്. യേശു പറഞ്ഞ ഒരു വാചകം മറക്കരുത്, ഈ ഭൂമിയിൽ എന്നെക്കുറിച്ച് ലജ്ജിക്കുന്നവനെക്കുറിച്ച് ഞാനും ലജ്ജിക്കും. വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയിൽ എന്നെയും എൻ്റെ നാമത്തെയും കുറിച്ച് ലജ്ജിക്കാത്തവൻ്റെ പേര് ഞാനും ലജ്ജ കൂടാതെ എൻ്റെ പിതാവിൻ്റെ മുമ്പിലും വിശുദ്ധന്മാരുടെ മുമ്പിലും ഏറ്റുപറയാം. രണ്ടാമത്തെ ലെവലിലേക്ക് മാറുമ്പോൾ വ്യക്തികളെ കഷ്ടിച്ച് തിരിച്ചറിയാം. മൂന്നാമത്തെ ലെവലിൽ തിരിച്ചറിയത്തേ ഇല്ല. വേദപുസ്തകത്തിലെ ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു പദം ഭയങ്കരമാണ്. നീതിമാന്മാർ ആകാശമണ്ഡലങ്ങളിലെ പ്രഭ പോലെ ഇരിക്കും, ഒന്നിനെയും തിരിച്ചറിയത്തില്ല. പക്ഷെ പലരെയും നീതിയിലേക്ക് തിരിച്ചവരുണ്ടല്ലോ. ഞാൻ നീതിമാനായി ജീവിക്കുകയല്ല, മറ്റൊരാളിനെ തിരിച്ചവൻ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും. അവർക്ക് വ്യക്തിത്വം തിരിച്ചറിയാൻ കഴിയും. ദാനിയേൽ പ്രവചനത്തിലെ വാക്ക് എനിക്ക് ഓർമ്മ വന്നു. എന്നോട് പറഞ്ഞു അവിടെ എത്തേണ്ടതിന് വേണ്ടി ആളുകളോട് സംസാരിച്ചേ മതിയാകും. ഫെബ്രുവരി 3-ാം തീയതി ഒരു വ്യക്തി എന്നോട് പറഞ്ഞ വെളിപ്പാട് ഞാൻ പറഞ്ഞു. കാര്യം വന്ന് പറയാൻ ദൈവാത്മാവ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം മെനക്കെട്ട് വന്ന് എന്നെ കണ്ട് സംസാരിച്ചത്. ഫെബ്രുവരി 17-ാം തീയതി മറ്റൊരു ദൈവഭൃത്യൻ പറഞ്ഞ വാചകങ്ങൾ, തനിക്ക് ലഭിച്ച വെളിപ്പാടിൻ്റെ ഭാഗങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഞാനിത് പറയുമ്പോൾ എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു വെളിപ്പാടിലേക്ക് വരാം ഞാൻ ഒന്നും കൂടെ കഴിഞ്ഞ ശേഷം. ഫെബ്രുവരി 18-ാം തീയതി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച തന്നെ 17-ാം തീയതി ആ ദൈവദാസൻ എന്നോട് സംസാരിച്ചു. 18-ാം തീയതി രാവിലെ
ബാംഗ്ലൂരിന് വരണം, തിരുവല്ലയിൽ ഒന്ന് ഇറങ്ങിയിട്ട് ബാംഗ്ലൂരിന് വരണം. അതുകൊണ്ട് ഏർലി മോർണിംഗ് ട്രിവാൻഡ്രത്തു നിന്ന് ഞാൻ തിരുവല്ല വരെ വരണം. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ബാംഗ്ലൂർ എക്സ്പ്രസ്സിന് കയറി തിരുവല്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരണം. അതിനുവേണ്ടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 6 മണിക്കെത്തി. ഈ മാസം നേരെ കഴിഞ്ഞ ആഴ്ചയിൽ 18-ാം തീയതി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ടെലിഫോൺ കോൾ കിട്ടി. പാസ്റ്റർ വ്യക്തിപരമായിട്ടൊന്ന് കണ്ട് അല്പസമയം സംസാരിക്കണം. പ്രയാസമോ, എനിക്ക് അങ്ങനെ സമയം എടുക്കാനില്ല, ഞാൻ പോകുക. എങ്ങനെയാണ് പോകുന്നത്, ഏതാ? ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഞാനിവിടെ ഒരു ടിക്കറ്റ് എടുത്ത് അതേ ട്രെയിനിലോട്ട് കയറട്ടെ, പാസ്റ്റർ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ നിൽക്കും. അവിടുന്ന് ഞാൻ കയറും. അദ്ദേഹത്തിനൊരു ലോക്കൽ ടിക്കറ്റ് പെട്ടെന്ന് ചെന്ന് എടുക്കുന്നത് വിത്ത് റിസർവേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അല്പം പണം കൂടുതലുണ്ടാവും. പറഞ്ഞാൽ അത്രയത്തിൻ്റെ ആവശ്യമുണ്ട്, നിർബന്ധമുണ്ട്. അങ്ങനെ വന്നാൽ കാണാൻ നോക്കൂ. ഞാൻ പറഞ്ഞു കാണാൻ പലരും എന്നെ ട്രെയിനിലാണ് വന്ന് കാണുന്നത്, സമയം മിച്ചമുള്ളത് കൊണ്ട്. അദ്ദേഹം തൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നു, എന്നോടുകൂടി ആ ട്രെയിനിൽ കയറി. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈ വെളിപ്പാടുകളെക്കുറിച്ചോ നേരത്തെ കിട്ടിയ വിവരത്തെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനെ ദൈവം ചില മെസ്സേജ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഒരാളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാവുന്ന മെസ്സേജ് അല്ല, സാധാരണ ഒരാളിനെ കൊടുക്കാൻ ഒക്കുന്ന മെസ്സേജ് അല്ല. ദൈവത്തിന് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഞാനത് തൊടാം. നിങ്ങളെ ആ മെസ്സേജ് ദൈവം ഏൽപ്പിച്ചത് ആളുകളോട് പറയാൻ. അടുത്ത പദം, 10,000 വ്യക്തികളോട് നിങ്ങൾ പറഞ്ഞാൽ 9,999 പേരും മുഷിഞ്ഞു പോവുകയേ ഉള്ളൂ, അങ്ങനെ അല്ലെന്ന് പറയത്തേ ഉള്ളൂ. പക്ഷെ ഒരു വ്യക്തി ശ്രദ്ധിച്ചെന്ന് വരും. ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി 9,999 പേരുടെ മുഷിച്ചിൽ സമ്പാദിച്ചാലും അംഗീകരിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടി ഇത് പരസ്യമായി പറഞ്ഞിരിക്കണം. മെസ്സേജ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, എവിടുന്ന് ഏൽപ്പിക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ ഒരു സന്ദേശം കൈമാറുവാൻ ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ മെനക്കേടൊക്കെ കാണിച്ചതാണ്. അദ്ദേഹം 2 റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇത് പറയാൻ വേണ്ടിയാണ് ദൈവം എന്നെ അയച്ചത്. ദൈവം എന്നെ ഒരു വെളിപ്പാട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് തൊടാം. നടത്തിയ വിധങ്ങൾ ഓർത്താൽ എന്ന പുസ്തകത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരുവചന ധ്യാനത്തിലേക്ക് തുടങ്ങിയില്ല. തിരുവചന ധ്യാനത്തേക്കാൾ ഇത് കുറവല്ലല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ ഭക്തന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവരവരുടെ സാക്ഷിയിൻ വചനത്താലും കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും സാത്താനെ ജയിച്ചു എന്ന് കാണാം. നമ്മുടെ സാക്ഷി അതുപോലെ പ്രാധാന്യമുള്ളതാണ്. കർത്താവ് എന്നെ കാണിച്ച ഒരു വെളിപ്പാട് ഒരു ദർശനത്തിലേക്ക് തിരിയാൻ പോകുകയാണ്. ഉപദേശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളും ദൈവം എന്നെ ഏൽപ്പിച്ച പ്രത്യേക ശുശ്രൂഷകളും നേരിട്ട് കർത്താവ് എനിക്ക് തന്ന ദർശനങ്ങളാണ് പലതും. ഞാൻ 1-2 തൊടും, ചില മിനിറ്റുകൾ. 1983 പകുതിയോടുകൂടെയാണ്, ജൂൺ മാസത്തിലാണ് ഗംഗാനഗറിൽ അന്നുണ്ടായിരുന്ന നമ്മുടെ കൊച്ചു സഭാ കെട്ടിടത്തിൽ ഞാൻ വന്നത്. കുടുംബമായി ഞങ്ങൾ വന്നു. കുഞ്ഞുങ്ങളൊക്കെ തീരെ ചെറുതല്ല, കുഞ്ഞുങ്ങൾ പ്രായക്കുറവായിരുന്നു. ഞങ്ങളിവിടെ വന്നു. മെമ്പർഷിപ്പ് കുറവായിരുന്നു. തുടർന്ന് എന്ത് ചെയ്യണം എന്ന് എനിക്കൊട്ട് അറിയാനും വയ്യ. എൻ്റെ ശുശ്രൂഷ എന്നാന്ന് എനിക്കറിയാൻ വയ്യ. ഒരു ചർച്ചിലെ പാട്ട് പാടുക, പ്രസംഗിക്കുക, എനിക്ക് പാട്ടറിയാൻ വയ്യ. ചിന്നമ്മ പാട്ട് പാടുമായിരുന്നു, പിള്ളേർ പാട്ട് പാടുമായിരുന്നു, ഓക്കെ. അപ്പോൾ പാട്ടുപാടി പ്രസംഗിച്ചങ്ങ് പോയാൽ മതിയെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അതിനേക്കാൾ കവിഞ്ഞ് ദൈവത്തിന് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ജനനകാലം മുതൽ ഒരു ഉണർവിന് വേണ്ടിയാണ് ദൈവം മുൻ കണ്ടതെന്നും അതിനുവേണ്ടി വേർതിരിച്ചുവെന്നും എൻ്റെ ആയുസ്സിലൊരു ഉണർവുണ്ടാകുമെന്നും പരിശുദ്ധാത്മാവ് പല പ്രാവശ്യം പറഞ്ഞിരുന്നതിനാൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നെനിക്ക് ആശയമുണ്ടായിരുന്നു. ബാംഗ്ലൂർ ബെഥൽ ചർച്ചിലേക്ക് വരുന്നതിന് മുന്നമേ സിസ്റ്റർ മേരി കോവൂരിലൂടെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, 1983 ജൂൺ മാസത്തിൻ്റെ 1-ാമത്തെ ഞായറാഴ്ച ഞാൻ നിന്നെ ഒരു പുതിയ സഭയിലേക്ക് അയക്കും. അതൊരു ഉണർവിൻ്റെ ആരംഭത്തിനാണ്. 1983 ജൂൺ മാസത്തിൻ്റെ 1-ാം ഞായറാഴ്ചയാണ് ഞാൻ ബെഥേലിൽ വരുന്നത്. 81 എന്നോട് പറഞ്ഞ ദൂത് 83 സംഭവിക്കുമെന്ന് പറഞ്ഞത് അതുപോലെ നിവൃത്തിയായി. എനിക്കറിയാം ഒരു ഉണർവിന് വേണ്ടിയാണെന്ന്, പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് ചില ദിവസങ്ങൾ തുടരുമാനമായി ഉപവസിച്ചു. ഞാൻ ഉപവസിക്കുന്നത് മറ്റു പലരെയും പോലെ ആകണമെന്നില്ല, എൻ്റേതായ ശൈലിയിലാണ്, അങ്ങനെ പറഞ്ഞു വിടാം. ഉപവസിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഞാൻ അന്നുണ്ടായിരുന്ന കൊച്ചു സഭാ ഹാൾ, ഇന്നത്തെ നമ്മുടെ കൊച്ചു സഭാ ഹാൾ 24 അടിക്ക് 35 അടിയാണ്. ആ കൊച്ചു സഭാ ഹാളിൻ്റെ ഏറെക്കുറെ മധ്യഭാഗത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി എന്നെനിക്ക് തോന്നുന്നു. ആ സമയം ഞാനൊരു ദർശനം കണ്ടു. അത് ഏറെക്കുറെ പകർത്താവുന്ന രീതിയിൽ പിക്ചോറിലായി പകർത്തിയതാണ്. എക്സാക്ട്ലി അതുപോലെ ആയിരിക്കണമെന്നില്ല. ഒന്ന് കാണിച്ചു. നമ്മുടെ ആ ചർച്ചിൻ്റെ സ്റ്റേജ് ആ നേരെ മുകളിലായി കാണുന്നതാണ്. അവിടെ നമ്മുടെ സ്റ്റേജുണ്ട്. ഈ സ്റ്റേജ് എന്ന് നിരൂപിക്കൂ. ഇതുപോലെ തന്നെ അവിടെയും ഒരു സ്റ്റേജുണ്ട്. അതിൻ്റെ ആകൃതി അല്പം കൂടെ നീളമുള്ളതാണ്. ആ സ്റ്റേജിൻ്റെ മുകളിലായി ഞാനൊരു ബാൽക്കണി കണ്ടു. ആ ബാൽക്കണിയിൽ യേശുവും തന്നോടുകൂടെ തൻ്റെ അപ്പോസ്തോലന്മാരും ഇരിക്കുന്നു. 12 പേരെന്ന് എനിക്ക് പറയാൻ നിവൃത്തിയില്ല, 12 കുറയത്തില്ല. അപ്പോസ്തോലന്മാരിയ്ക്കുന്നു. അവരുടെയൊക്കെയും വസ്ത്രം തേജസ്സേറിയതും
ആ വസ്ത്രത്തിൽ നിന്ന് പ്രകാശം വമിക്കുന്നതും ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്ലോറിയസ് എന്ന് പറയാം, ആ രീതിയിൽ പ്രകാശം റേഡിയേറ്റ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് ആ ആ ഒരു ഗാലറി മുഴുവനും, അല്ലെങ്കിൽ ആ കാണുന്ന ആ ഒരു ലെവൽ മുഴുവനും ഈ അപ്പോസ്തലന്മാരെ കൊണ്ട് നിറഞ്ഞു. അതിനുശേഷം നെടിയ വശത്തൂടെ ഒരു ഫ്ലോറ്, മെസനൻ ഫ്ലോർ, അത് മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് മരിച്ചുപോയ വിശുദ്ധന്മാരെ കണ്ടു. മരിച്ചുപോയ വിശുദ്ധന്മാരിൽ പലരെയും എനിക്ക് മനസ്സിലാകുമായിരുന്നു. സ്തേഫാനോസ് മുതൽ പലരെയും എനിക്ക് മനസ്സിലാകുമായിരുന്നു. കാണുമ്പോഴേ അറിയാം ഇവർ ഇന്നാരാണ്. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കറിയത്തില്ല. ആരുടെയും പേര് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ല. വസ്ത്രത്തിന് തേജസ്സുള്ളതാണ്. അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും തേജസ് പുറപ്പെട്ടു. നീണ്ട വശത്തിൻ്റെ ഏറെക്കുറെ ബാൽക്കണിയുടെ പകുതി വരെ അങ്ങനെയുള്ള മരിച്ചുപോയ വിശുദ്ധന്മാർ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. പകുതിക്ക് ശേഷം ജീവനുള്ള കുറേ വിശുദ്ധന്മാർ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവരിൽ പലരും ഇന്ന് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. അതിൽ ഒരാളെങ്കിലും ഇന്ന് ജീവനോടുണ്ട്. ഞാനിന്ന് എടുത്ത് കണ്ടതിൽ ഒരാളെങ്കിലും ഇന്ന് ജീവനോടുണ്ട്. പലരും നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. അവരുടെയും വസ്ത്രങ്ങൾ തേജസ്സുള്ളതാണ്. പക്ഷേ മരിച്ചുപോയ വിശുദ്ധന്മാരിൽ ഞാൻ കണ്ട അത്രയും തേജസ് കണ്ടില്ല. അതിനുശേഷം അന്നത്തെ സഭയുടെ സെക്രട്ടറി, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞാൽ ഒരു കുറ്റമില്ല, ഒരു ശമലിച്ചാനായിരുന്നു അന്നത്തെ ചർച്ചിൻ്റെ സെക്രട്ടറി. ശമലിച്ചാൻ ഇരിക്കുന്നത് കണ്ടു. ശമലിച്ചാൻ്റെ തൊട്ടടുത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ഇരിക്കുകയല്ലായിരുന്നു, ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും ഹൈലി ഡ്രസ്ഡാണ്. എനിക്ക് ശേഷം അന്നത്തെ സഭയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ആ നീണ്ട സൈഡ് മുഴുവനും, അതിനുശേഷം പുറകിലത്തെ കുറിയ സൈഡിൻ്റെ പകുതി വരെ ഇതേ ബാൽക്കണി തുടരുകയാണ്. ആ പകുതി വരെ നമ്മുടെ സഹോദരി സഹോദരന്മാരിയ്ക്കുന്നു. നടത്തിയ വിധങ്ങൾ ഓർത്താൽ എന്ന് എൻ്റെ പുസ്തകത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പികൾ തീർന്നുപോയി എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കണ്ടുകിട്ടി എന്നും കേട്ടു. ഉണ്ടെങ്കിൽ വേണ്ടവർക്ക് വാങ്ങാം. ആ പകുതി മുതൽ താഴേക്കൊരു സ്റ്റെയർ കേസ് ഞാൻ കാണുകയാണ്. ഒരു സ്റ്റെയർ കേസ്, ഇവിടെ സ്റ്റെയർ കേസൊക്കെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് അറിഞ്ഞുകൂടാ. ആ സ്റ്റെയർ കേസിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുക. പ്രായമുള്ളവരെല്ലാവരും ആ ബാൽക്കണിയിൽ പകുതി വരെ കൊണ്ട് തീർന്നു. ബഥേൽ ചർച്ച്, അന്നുള്ള ബഥേൽ ചർച്ച് ആ നീണ്ട വശത്തിൻ്റെ പകുതി മുതൽ കുറിയ വശത്തിൻ്റെ പകുതി വരെയുള്ള സ്ഥലം കൊണ്ട് തീർന്ന ശേഷം ആ ബാൽക്കണിയിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുക. ബാൽക്കണിയുടെ ഏറ്റവും താഴത്തെ തറയിൽ, എല്ലാ ലെവലിലും കുഞ്ഞുങ്ങളുണ്ട്. ഏറ്റവും താഴത്തെ തറയിൽ അന്നിവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. അന്ന് അവർക്കൊക്കെ ഇപ്പം 10-30 വയസ്സായി കാണും. അന്ന് 4 മാസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. അത് തറയിൽ കമന്ന് കിടന്ന് തല കളത്തി പിടിച്ചുകൊണ്ട് കിടക്കുന്ന കാഴ്ച കണ്ടു. എൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, എൻ്റെ ശുശ്രൂഷ എന്ത് എന്ന് ദൈവം എനിക്ക് അറിയിച്ചു തരണം. എന്നെ എന്തിനു വേണ്ടി ദൈവം ബഥേലിലാക്കി എനിക്കത് അറിയണം. ഇതായിരുന്നു എൻ്റെ ഉപവാസത്തിൻ്റെ ലക്ഷ്യം. ഇതിനൊരു മറുപടി എന്നവണ്ണമാണ് ഞാൻ ഈ ദർശനം കണ്ടത്. പക്ഷേ മറുപടി വരാൻ പോകുകയാണ്. ഈ രംഗം ഇങ്ങനെ കാണുമ്പോൾ ഞാൻ കിടന്നിരുന്നതിൻ്റെ നേരെ മുകളിലായി ഒരു ദൂതൻ നിൽക്കുന്ന കാഴ്ച ഞാൻ വ്യക്തമായി കണ്ടു. ഒത്തിരി പേർക്ക് ഇതറിയാം. ആ ദൂതൻ്റെ ഒരു കൈ ജീവനോടെ നിൽക്കുന്ന എൻ്റെ തൊട്ടപ്പുറത്തുള്ളതായ ആ വിശുദ്ധന്മാരുടെ നേരെ ചൂണ്ടി, ഞാനവരെ വിശുദ്ധന്മാരെന്ന് വിളിക്കട്ടെ, അവരുടെ നേരെ ചൂണ്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവരിൽ നിന്ന് പ്രാപിക്കുക. തുടർന്ന് ആ തറയിൽ കിടക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ നേരെ ഇവർ മറ്റേ കൈ ചൂണ്ടി, ആ തലമുറയ്ക്ക് കൈമാറുവാൻ ഞാൻ നിന്നെ ഈ സഭയിലാക്കി. ദൈവം ഒരു വ്യക്തിയെ ആക്കുന്നെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ ശുശ്രൂഷ എന്താണെന്നും 1983-84 മുതൽ ബഥേലിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ അറിയേണ്ടതിന് എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എൻ്റെ ചർച്ച് കാണിച്ചുകൊണ്ട്, അന്നുള്ള കൊച്ചു ബിൽഡിങ് കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ദൈവം അതാത് തലമുറകളിൽ അതാത് കാലഘട്ടത്തിലേക്ക് ആവശ്യമുള്ളതാണ് അതാത് തലമുറകളെ അറിയിക്കുന്നത്. ഓരോ തലമുറകൾക്കും അവർക്ക് ലഭിക്കേണ്ടതായ ഒരു വെളിപ്പാടുണ്ട്. തിരുവനന്തപുരത്തെ ദൈവദാസനെ ദൈവം കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുറയിൽ താൻ ചെയ്തു വരുന്ന ജോലിയിൽ എന്തായിരിക്കും സൂക്ഷിക്കേണ്ടത് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. ഈ 2 തലമുറകളെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന എന്നോട് നിന്നെ ഏൽപ്പിച്ച സന്ദേശങ്ങൾ ആരുടെയും മുഖം നോക്കാതെയും മുഷിച്ചിൽ നോക്കാതെയും പറയണം എന്ന് ദൈവാത്മാവ് പറഞ്ഞെങ്കിൽ പറയുവാൻ ഇന്ന് പകലും കർത്താവ് തരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. വെബ്കാസ്റ്റിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്, ടെലിവിഷനിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. നമ്മുടെ കണക്കനുസരിച്ച്, ഞാൻ ആ കണക്കൊക്കെ പറയുന്നത് ഭയത്തോടെയാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അത്രേ പറയാനൊക്കത്തുള്ളൂ. 45 ലക്ഷം ജനങ്ങൾ ഈ ആഴ്ചയിൽ ഇത് കേൾക്കുന്നുണ്ട്. 45 ലക്ഷത്തിലധികം ജനങ്ങൾ ഈ ആഴ്ചയിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ആഗോള വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസത്യാഗത്തിലും ആത്മീക നഷ്ടത്തിലും
ദുരാത്മ വ്യാപാരത്തിലും പെട്ട് നിത്യത നഷ്ടമാക്കാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ. തുടർന്ന് ഈ ആഴ്ചയിൽ സംഭവിച്ച ചില സംഭവങ്ങൾ ഒരു ദൈവഭക്തൻ എന്നെ വിളിച്ചതൊക്കെ നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞതാ, അല്ലെങ്കിൽ അവർ പറഞ്ഞ എവിഡൻസസ് നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. സംഭവിക്കുന്നതിന് മുന്നമേ ഇന്നത് സംഭവിക്കാൻ പോകുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഇതൊക്കെ എന്നെ അറിയിക്കുന്നത്? മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, എറിയുന്നവൻ്റെ കയ്യിൽ വേണം കല്ല് കൊടുക്കാൻ, അല്ലാത്തവൻ്റെ കല്ല് കൊടുത്തിട്ട് എന്നെ എടുക്കാനാ. 9999 പേരുടെ മുഖം സംരക്ഷിച്ചുകൊണ്ട് ഒരുത്തന്നെ വിട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയരുതാത്തതൊന്നും പറയരുതെന്ന് പറയുന്നവർ പലതും അടക്കി വെക്കുമ്പോൾ മനുഷ്യമുഖം നോക്കാതെ ദൈവാലോചന ശ്രദ്ധിക്കേണ്ടതിന് ചെവി തുറക്കുന്ന ചിലരോടെങ്കിലും ഇത് പറയുവാൻ കർത്താവ് എന്നെ ഫലമേൽപ്പിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ ഇത് പറയുകയാണ്. ചില പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയും, ഇന്നത് സംഭവിക്കാൻ പോകുകയാണ്. സംഭവിക്കാത്തതുണ്ട്, എന്നാൽ പലതും സംഭവിച്ചു. ആ സംഭവിച്ച കാര്യങ്ങളുടെ പുറകിൽ നടന്ന ഒരു ചരിത്രം ഞാൻ പറയാം. 2-3 ആഴ്ചകൾക്ക് മുമ്പെയാണ്, മേ ബി 1 മാസത്തിന് മുമ്പെയാണ് അതിനോട് പറഞ്ഞ ഡേറ്റ് നോട്ട് ചെയ്തിട്ടില്ല, കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, ഡേറ്റ് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ദൈവത്തിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടേണ്ട മലയാളികളായ 5000-ഓളം ചെറുപ്പക്കാർ, മലയാളികളായ 5000-ഓളം ചെറുപ്പക്കാർ, ആത്മാവിൻ്റെ ശക്തിയിൽ ഉയർന്നു വരേണ്ടവർ, വന്നുകൊണ്ടിരിക്കുന്നവർ, യേശുവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കേണ്ടതിന് വിടുതലിൻ ശുശ്രൂഷകൾ ചെയ്യേണ്ടവർ, ഒരശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കണിവെച്ച് പിടിച്ചതുപോലെ അവർ കുടുങ്ങി നരകത്തിലേക്ക് മാറാൻ പോകുകയാണ്. പാസ്റ്ററെ പ്രാർത്ഥിച്ചു. നാളത്തേതിൽ രാജ്യത്ത് നടക്കുവാൻ പോകുന്ന നിയമങ്ങളിൽ ചിലതിനെക്കുറിച്ച് നേരത്തെ ആളുകൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. വിദേശ മിഷനറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമെന്നും ഇന്ത്യയുടെ മിഷനറി പ്രവർത്തനം ഇന്ത്യൻ മിഷനറീസ് ചെയ്യേണ്ടതിന് നാം എഴുന്നേൽക്കണമെന്നും എൻ്റെ ചെറുപ്പകാലം മുതൽ പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നു. ഇന്ന് ഏറെക്കുറെ സംഭവിച്ചു, മറക്കരുത്, സംഭവിച്ചു. ഇതുപോലെ അടുത്ത ആലോചന കഴിഞ്ഞ ദിവസം ഒരു ദൈവഭക്തൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, എന്നെ വിളിച്ചൊരാലോചന ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോയി പ്രസംഗിക്കുവാൻ കഴിയാതെ വണ്ണം, എന്തെങ്കിലും പഠിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം നിയമങ്ങൾ ഭാരതത്തിൽ വരാതിരിക്കുവാൻ ഗൗരവമായി പ്രാർത്ഥിച്ചു. തീർന്നില്ല, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് മാറി പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ടിട്ടില്ലാത്തവർ മേലാൽ കേൾക്കരുത് എന്ന ചിന്തയിൽ നിയമങ്ങൾ മാറാൻ പോകുകയാണ്. ഒരു ഭാഗത്ത് ആത്മീയരെ പിശാച് തകർക്കുകയാണ്. ആത്മീയരിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ടവരിൽ വ്യത്യസ്ത കാരണങ്ങളാൽ ദൈവാത്മാവിന് പകരം ദുരാത്മാവ് വരികയും ജഡമോഹത്തിലും ലോകമോഹത്തിലും അവരധപ്പതിക്കുകയും ഒടുവിൽ ശൗലിങ്കിൽ നിന്ന് ദൈവശക്തി വിട്ടുമാറിയതുപോലെ ദൈവശക്തി വിട്ടുമാറി അവർ നശിക്കുകയും ചെയ്ത് അവർ തന്നെ നരകത്തിൽ പോകുകയും അവരെ അനുകരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരികയാണ്. ദൈവമക്കളെ, നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം, നമ്മുടെ ജീവിതത്തെ ഇത് തൊടാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് തിരുവചന ഭാഗങ്ങളിലേക്ക് കടക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാക്കി ചേരുക എന്നിങ്ങനെയുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെയും ക്രിസ്തുവിൽ വീണ്ടും ഒന്നായി ചേരണം എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ മാറ്റുകയാണ്. കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പല വാക്യങ്ങളും വായിക്കത്തില്ല, ചിലതൊക്കെ വായിക്കുകയും ചെയ്യും. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സകല സൃഷ്ടിക്കും മുമ്പേ ദൈവത്തിൻ്റെ തിരിഹിതത്തിൽ മറഞ്ഞു കിടന്ന ഒരു ദൈവിക മർമ്മമുണ്ട്. സകല സൃഷ്ടിക്കും മുമ്പേ ദൈവത്തിൻ്റെ തിരിഹിതത്തിൽ മറഞ്ഞു കിടന്ന ഒരു ദൈവിക മർമ്മമുണ്ട്. ആ ദൈവിക മർമ്മം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേരുക. ആ ദൈവിക മർമ്മത്തിൻ്റെ ശ്രേഷ്ഠത ഇങ്ങനെയാണ്: നിത്യനായ ദൈവം, പിതാവായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ സകലതിനും മേലധികാരിയായിരിക്കുകയും ദൂതന്മാർ, നക്ഷത്രമണ്ഡലങ്ങൾ, ഭൂമി സകലതും തൻ്റെ അധീനതയിൽ ഏകമായി ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ജയാളിയായ ദൈവം തൻ്റെ കീഴിൽ തന്നോടുകൂടെ ഇരിക്കുന്ന കോടിക്കണക്കിനുള്ള നക്ഷത്രമണ്ഡലങ്ങളിൽ വസിക്കുന്ന ദൂതഗണങ്ങൾ എന്നിവ ഒരുമിച്ച് നിൽക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ആ ദൈവിക പദ്ധതി തിരിഹിതത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ്. അന്ന്
സകലതും ഉണ്ടെങ്കിലും അതിലൊന്നും മുഴുവനായി തൃപ്തിപ്പെടാതെ തനിക്ക് വേണ്ടി ഒരു മണവാട്ടി സഭ തന്നോട് ഒരുമിച്ച് നിൽക്കുന്ന, ഇന്ന് നമ്മൾ എടുത്തു കണ്ട സർക്കിളിൽ, ഫസ്റ്റ് സർക്കിളിൽ നിൽക്കുന്ന ഒരു കൂട്ടം മണവാട്ടി സഭ തനിക്കനുരൂപരായി, അത് സെക്കൻഡ് ലെവലിൽ പെടുന്നതല്ല, തനിക്കനുരൂപരായി തന്നോടുകൂടെ നിൽക്കുക. ഇതായിരുന്നു ദൈവത്തിൻ്റെ അനാദി കാലങ്ങൾക്ക് മുന്നമേ തിരുഹിത പ്രകാരം മറഞ്ഞുകിടന്ന മർമ്മം. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. തന്നിഷ്ടക്കാരനായ, മറ്റാരെയും കെയർ ചെയ്യാത്ത, തൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാൾ പണ്ട് തേങ്ങയ്ക്ക് വില കുറഞ്ഞ കാലത്ത് തൻ്റെ ആഗ്രഹം ഒന്ന് പ്രകടിപ്പിച്ചത്. തേങ്ങയ്ക്ക് വില കുറഞ്ഞ കാലം ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ഒരു മഹാമാരി ഭൂമിയിൽ വന്ന് ഈ നാട്ടിലെ ആളുകൾ മുഴുവനും ചാകണം. ചെറുപ്പക്കാരൻ അങ്ങനെ കല്യാണം കഴിച്ചല്ല, എന്നെ സ്നേഹിക്കുകയും ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്ന ഒരു പെങ്കൊച്ച് ജീവനോടിരിക്കണം, അവൾ എനിക്ക് ഭാര്യയായിരിക്കണം, ബാക്കി എല്ലാവരും ചാകണം. പിന്നെ തെങ്ങേ കയറി തേങ്ങ ഇടുന്ന ഒരു ജോലിക്കാരൻ ജീവനോടെ വേണം. തേങ്ങ പെറുക്കി വള്ളത്തെ കയറ്റുന്ന ഒരു 2-3 പേര് ജീവനോടെ വേണം. ഒരു വള്ളക്കാരനും വേണം. ആലപ്പുഴ അവിടെയായിരുന്നു തേങ്ങ കൊണ്ട് വിൽക്കുന്നത്, ഒരു വ്യാപാരിയും വേണം, ബാക്കി മുഴുവൻ ചാകണം. എൻ്റെ കാര്യം നടക്കേണ്ടതിന് വേണ്ടി ഇത്രയും പേര് ഇരുന്നാൽ മതി. നോക്കിക്കോണം, ആ ഗതികെട്ടവൻ ചിന്തിച്ചപ്പോഴും അവൻ ഓർത്തു അവൻ്റെ കൂടെ ഒരു ഭാര്യ വേണം. ഏത് ചെറുപ്പക്കാരൻ്റെയും ഹൃദയത്തിൽ ഈ ഒരു ചിന്തയുണ്ട്. ഇത് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ചിന്തയാണ്. തനിക്കനുയുക്തയായ, തനിക്ക് കൊള്ളാവുന്ന ഒരു മണവാട്ടി തനിക്ക് വേണം. ഇത് യേശുവിൻ്റെ താല്പര്യമാണ്. ഏത് പെൺകുട്ടിക്കും ഇങ്ങനെയൊരു താല്പര്യമുണ്ട്. അതാ സഭയുടെ താല്പര്യം. ഇതൊക്കെ സൃഷ്ടിയിൽ ദൈവം വരുത്തി വെച്ചതാണ്, നാം ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടിയാണ്. തനിക്കനുയുക്തയായ ഒരു മണവാട്ടിയെ തനിക്ക് വേണം. ആ ഫസ്റ്റ് സർക്കിളിൽ യേശുവിനോടുകൂടെ ഇരിക്കുവാൻ, അതിൻ്റെ താഴെ തൻ്റെ ഭരണത്തിൽ പോകുന്ന ഒരു വലിയ സമൂഹത്തെ നമ്മുടെ കർത്താവിന് വേണം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സകല കാലത്തിനും മുന്നമേ മനുഷ്യരാകുന്ന നമ്മിൽ ചിലർ നിത്യജീവനിലേക്ക് വരയണമെന്നത് ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ കർത്താവ് തീരുമാനിച്ചതാണ്. ഭൂമി സൃഷ്ടിക്കുന്നതിന് മുന്നമേ, ഇവിടെ ദൂതന്മാരെ ആക്കുന്നതിന് മുന്നമേ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ തിരുഹിതത്തിൽ മറഞ്ഞു കിടന്ന ചില മർമ്മങ്ങളിൽ ചിലതായിരുന്നു, മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാൽ തനിക്കനുരൂപരായ ഒരു സഭയിൽ തന്നോട് കൂടെ നിൽക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ ക്രിസ്തു നമ്മിൽ വസിക്കുകയും നമ്മിലൂടെ പ്രവർത്തിക്കുകയും വേണം. ഇതെന്നാണ് രംഗത്ത് വരുന്നത്? ദൈവത്തിൻ്റെ അന്ത്യകാല വ്യവസ്ഥയിലാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതുമൊക്കെ ഒന്നായി ചേരണം എന്നിങ്ങനെയുള്ള അന്ത്യകാലത്തേക്കുള്ളതായ, കാലസമ്പൂർണതയിലേക്കുള്ളതായ വ്യവസ്ഥയെക്കുറിച്ചാണ്. കാലസമ്പൂർണത എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഒരു സൂചനയ്ക്ക് വേണ്ടി മാത്രം. മർക്കോസ് 1:15 കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവന കാണാം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, കാലം തികഞ്ഞു എന്ന് പറയുന്നത് യേശുവിൻ്റെ 1-ാമത്തെ ജഡാവതാരത്തിൽ താൻ ഇവിടെ വരുന്ന ആ സമയത്തെക്കുറിച്ചാണ്. ഗലാത്യലേഖനം 4:4 കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ജഡപ്രകാരം, ജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് അയച്ചുവെന്ന് കാണാം. കാലസമ്പൂർണതയിലെ വ്യവസ്ഥയെന്ന് പറയുന്നത് യേശു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അന്ത്യകാലം എന്ന് പറയുന്നതോ കാലസമ്പൂർണത എന്ന് പറയുന്നതോ എന്നു മുതൽ എന്നു വരെയാണ്? ഏറെക്കുറെ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ തിരുസഭയെ താൻ ചേർക്കുന്നത് വരെയുള്ള ഞാനും നിങ്ങളും ജീവനോടിരിക്കുന്ന ഈ കാലത്തെക്കുറിച്ചാണ് അന്ത്യകാലം എന്ന് പറയുന്നത്, കാലസമ്പൂർണത എന്ന് പറയുന്നത്. ഇതിൻ്റെ സമ്പൂർത്തിയിലേക്ക് വരും, നമ്മളവിടെ എത്തിയില്ല, അങ്ങോട്ട് ബന്ധപ്പെടുകയാണ്. ഈ അന്ത്യകാലത്തിനപ്പുറത്ത് സമ്പൂർണതയുടെ ഒരു കാലം വരും. ഇന്ന് ഈ സമ്പൂർണതയുടെ വ്യവസ്ഥയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയേണ്ടതിന് വേണ്ടി സാത്താൻ അവൻ്റെ ശ്രമങ്ങൾ നടത്തുക. ഗോ ടു ദ സെക്കൻഡ് പേജ്, നെക്സ്റ്റ് പേജ്. ദൈവം നമ്മെ പിശാച് ഇന്ന് തൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെയും അപഹരിക്കണമെന്നതാണ് സാത്താൻ്റെ താല്പര്യം. എങ്ങനെയും എന്നെയും നിങ്ങളെയും ദൈവകൃപയിൽ നിന്ന് അകറ്റണമെന്ന് സാത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിശാചിനെക്കുറിച്ച് അല്ലെങ്കിൽ സാത്താനെക്കുറിച്ച് പല അധികാര നാമങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, സ്വല്പം ഗൗരവമുള്ള ഒരു മെസ്സേജാണ്. അതുപോലെ ശ്രദ്ധിച്ചെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. പിശാചിന് അധികാര നാമങ്ങൾ ചിലതുണ്ട്. അവൻ ഒന്നുമില്ലാത്ത നിസ്സാരനാണെന്ന് ഒരു വശത്ത് നമ്മൾ പറയുമെങ്കിൽ തന്നെ
കാര്യം അവൻ നിസ്സാരനാകും, പക്ഷേ അവൻ ഇന്ന് ഭൂമിയിൽ ചില അധികാരങ്ങൾ നടത്തുന്നുണ്ട്. അവനെ പിശാചെന്ന പേരിൽ എഫെസ്യ ലേഖനം 6-ാം അധ്യായം വിളിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സിംഹാസനങ്ങൾ അല്ലെങ്കിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ, കർത്തൃത്വങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിൽ കർത്തൃത്വം നടത്തുന്നവർ. ഞാനത് വായിക്കാമെങ്കിൽ ഗോഡ് എന്നൊരു വാക്ക് ഞാൻ അവിടെ മലയാളത്തിൽ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ഗോഡ് എന്നെഴുതുന്നത് നാം സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെ കുറിക്കുന്നതാണെങ്കിൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഇട്ട് എഴുതണം. അറിയാമോ? ഗോഡ് എന്നെഴുതുന്നത് നാം വിശ്വസിക്കുന്ന, നാം സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെ കുറിക്കുന്ന വാക്കാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയേ പറ്റൂ. അല്ലെങ്കിലോ നീ ദൈവദോഷം ചെയ്തു, ദൈവത്തിന് കൊടുക്കേണ്ട മാന്യത കൊടുത്തിരിക്കണം. എന്നാൽ വേദപുസ്തകത്തിൽ സ്മോൾ ലെറ്ററിൽ ജി ഇട്ടുകൊണ്ട് ചെറിയ അക്ഷരത്തിൽ ജി എഴുതി ഓടി ഗോഡ് എന്നെഴുതുന്ന പ്രയോഗമുണ്ട്. അത് ദൈവത്തെ കുറിക്കുന്നതല്ല, ദൈവം ചമയാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികളെ കുറിക്കുന്നതാണ്. പലരും എനിക്ക് മെയിൽ അയക്കുമ്പോൾ ഐ താങ്ക് ഗോഡ് എന്നാണ്ട് കൊച്ചിട്ടുന്നത് കാണാം. നിനക്ക് ഈ ഗതികേട് വന്നല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. അത് പൈശാചിക ശക്തികളെ കുറിക്കുന്ന പദമാണ്. സ്മോൾ ലെറ്റർ ജി ഇടുന്നത് ദൈവത്തെ കുറിക്കുന്ന പദമല്ല. അത് ശത്രുവിനെ അല്ലെങ്കിൽ ദൈവമെന്ന് അഭിനയിക്കുന്നവരെ വിളിക്കുന്ന, അത്തരം ശക്തികളെ വിളിക്കുന്ന, അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് സ്മോൾ ലെറ്റർ ജി. അവരെ കർത്തൃത്വങ്ങൾ അല്ലെങ്കിൽ കർത്താക്കന്മാർ എന്ന് ബൈബിളും വിളിക്കുന്നു. പക്ഷേ സ്മോൾ ജി ആണ് ഉപയോഗിക്കുന്നത് എന്ന് മറക്കരുത്. ദൈവത്തിന് പ്രതിനിധികളായി നിന്നുകൊണ്ട് ദൈവതുല്യരായി പ്രവർത്തിക്കുന്ന അപ്പോസ്തോലിക വൃന്ദത്തെയും പ്രവചക വൃന്ദത്തെയും വേദപുസ്തകത്തിൽ ദൈവം എന്ന പദം കൊണ്ട് ഉച്ചാരണം വിളിക്കുന്നുണ്ട്. മോശയോട് പറയുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഫറവോൻ്റെ മുമ്പിൽ ഒരു ദൈവമാക്കിയിരിക്കുക. അവിടെ സ്മോൾ ലെറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ അല്ല. എടാ, എനിക്ക് തുല്യനായി ഒരു മോശയും വരത്തില്ല, പക്ഷെ എന്നെ പ്രതിനിധീകരിക്കുവാൻ ഒരു മോശ വരും. അന്യശക്തികളെ നിങ്ങൾ കാണുന്ന ശക്തിയിൽ കാണുന്നത് പോലെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ദാസന്മാർക്കും എൻ്റെ ശക്തിയുടെ പ്രദർശനമുണ്ടായിരിക്കും എന്ന് പറയേണ്ടതിന് സ്മോൾ ലെറ്റർ ഇടും. ഓക്കെ, അങ്ങനെ ദൈവമക്കളെയും ദൈവം ഉപയോഗിക്കും. അവരെ വിളിക്കുന്നത് കർത്തൃത്വങ്ങൾ അല്ലെങ്കിൽ കർത്താക്കന്മാർ. അടുത്തത് വാഴ്ചകൾ, പ്രിൻസിപ്പാലിറ്റീസ്. പവേഴ്സ്, അധികാരങ്ങൾ അഥവാ അധികാരികൾ, അവരെ വിളിക്കുന്ന പേരുകളാണ് അധികാരികൾ. റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ അന്ധകാര ലോകത്തിൻ്റെ അധിപതി, ഈ ഭൂമിയിൽ ഉള്ള അന്ധകാര ലോക അധിപതി. അടുത്തത് സ്പിരിച്വൽ വിക്കറ്റ്നെസ് ഇൻ ദ ഹൈ പ്ലേസ്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ, അവരെ പല പേരുകളിൽ വിളിച്ചതിൽ ഒരെണ്ണം ഞാൻ ഒന്നുകൂടെ തൊടുക. ഭൂമിയിൽ ഇന്ന് വ്യാപരിക്കുന്ന ഒരശുദ്ധ ശക്തിയുണ്ട്. അതിൻ്റെ മീതെ ആകാശത്തിൽ വ്യാപരിക്കുന്ന ഒരശുദ്ധ ശക്തിയുണ്ട്. ഈ രണ്ടിനെയും പിശാചിൻ്റെ ഭാഗങ്ങളായി ബൈബിൾ ചിത്രീകരിക്കുന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരാത്മാവ്, ഭൂമിയിൽ വ്യാപരിക്കുന്ന ആത്മാവ് ആരിലൂടെയായിരിക്കും വ്യാപരിക്കുന്നത്? അത് അനുസരണക്കേടിൻ്റെ മക്കളിലൂടെ ആയിരിക്കും വ്യാപരിക്കുന്നത്. എന്നാ പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. ദേ ആർ ബേസിക്കലി ബോൺ റിബലിയസ്. സാത്താൻ്റെ വേദപുസ്തകം വായിക്കുമ്പോൾ, സാത്താൻ്റെ ബൈബിൾ വായിക്കുമ്പോൾ ഹെഗ്നോസ്റ്റിക് ചിന്താഗതി എന്നൊന്ന് ഞാൻ ഇവിടെ തൊട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന ചിന്താഗതി അതാ. അതിൻ്റെ ആശയം ഇതാണ്, അത് സാത്താൻ്റെ ബൈബിളിലേതാണ്, ദൈവത്തിൻ്റേതല്ല. നിൻ്റെ ദൈവം നീ തന്നെ, വേറെ ആരും പറയുന്നത് കേൾക്കണ്ട. നിൻ്റെ ഭൗതിക സുഖങ്ങൾക്ക് വിരോധമായി ആരെങ്കിലും സംസാരിച്ചാൽ അത് അംഗീകരിക്കരുത്. നിനക്ക് വേണ്ടത് നിൻ്റെ ജഡസുഖമാണ്. അതിന് വിരോധമായി ആര് പറഞ്ഞാലും കേൾക്കണ്ട. നിൻ്റെ ദൈവം നീ തന്നെയാണ്, നീയാണ് ദൈവം എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന ആ പ്രവണത നമ്മിൽ കൊണ്ടുവരുന്ന ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന അശുദ്ധയാത്മാവ് അനുസരണക്കേടിൻ്റെ മക്കളിലൂടെ രംഗത്ത് വരിക. ഞാൻ ഒന്നുകൂടെ തൊട്ടോട്ടെ. പൈശാചിക ശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും നശിപ്പിക്കേണ്ടതിന് വേണ്ടി, വൃതന്മാരെന്ന പദമാ ബൈബിൾ നമ്മെക്കുറിച്ച് ഉപയോഗിക്കുന്നത്. അലറുന്ന സിംഹമെന്ന പോലെ ചുറ്റിത്തിരിയുന്നവനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഈ ശക്തികൾ ഇന്ന് വ്യാപരിക്കുന്നു. പ്രധാന പേരുകൾ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊലോസ്യ ലേഖനത്തിൽ നിന്നും എഫെസ്യ ലേഖനത്തിൽ നിന്നുമാണ്, തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും മറ്റുമാണ് ഞാൻ ഈ ഭാഗങ്ങൾ എടുക്കുന്നത്. പിശാച്, സിംഹാസനങ്ങൾ അഥവാ സിംഹാസനസ്ഥർ, കർത്തൃത്വങ്ങൾ അഥവാ കർത്താക്കൾ സ്മോൾ ജി ഗോഡ്, വാഴ്ചകൾ, അധികാരങ്ങൾ അഥവാ അധികാരികൾ, അന്ധകാര ലോകാധിപതികൾ ആകാശത്തിലുള്ളതാണ്. ആകാശത്തിലുള്ള ദുഷ്ടാത്മസേന, ഭൂമിയിൽ അനുസരണക്കേടിൻ്റെ മക്കളിലൂടെ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേന.
അടുത്തത് എഫെസ്യർ 2:2 ഈ ലോകത്തിൻ്റെ കാലഗതിയെ നിയന്ത്രിക്കുന്ന ശക്തികൾ. ഇത് കഴിഞ്ഞാണ്ടത്തെ ഫാഷനാണ്, ഈ ആണ്ടിലത് വിലപ്പോവുകയില്ല. പാരീസിലും മറ്റും ചുമ്മാ കേട്ടിട്ടുള്ളതാണ്, സത്യമാണോ ഇല്ലെന്ന് പാരീസിൽ ചെല്ലുമ്പോൾ നോക്കൂ. തുണി തയ്ക്കാൻ കൊടുത്താൽ, തയ്ച്ചു തരുന്നവരുണ്ട്, തുണി തയ്ക്കാൻ കൊടുത്താൽ 1 മണിക്കൂറിനകമൊക്കെ കിട്ടണമെന്ന് വാശി പിടിക്കും. കാര്യം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഫാഷൻ മാറിയാൽ എന്നാ ചെയ്യും? ആ ആഴ്ച കിട്ടിയേ തീരൂ. വരുന്ന ആഴ്ചത്തെ ഫാഷൻ ഇതാകണമെന്നില്ല. അവർ റെഡിമെയ്ഡിന് പോവുകയുള്ളൂ. ഓർഡിനറി മതിയായവർ, അറ്റ്മോസ്റ്റ് വേണ്ടവർ, ഈ ലോകത്തിൻ്റെ കാലഗതിയെ നിയന്ത്രിക്കുന്ന, സീസൺ അനുസരിച്ച് കാര്യങ്ങളെ മാറ്റുന്ന. എഫെസ്യർ ലേഖനം 2:2 ഈ ലോകത്തിൻ്റെ കാലഗതിയെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ട്. സ്പിരിറ്റ്സ് ഓഫ് ദാറ്റ് വർക്ക്സ് ഇൻ ദ ചിൽഡ്രൻ ഓഫ് ദ ഡിസൊബീഡിയൻറ്റ്, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ സാത്താനെ വിളിക്കും. ഇവൻ ആത്മലോകത്തിലും അനാത്മലോകത്തിലും ഒരുപോലെ ക്രിയ ചെയ്യും. എഫെസ്യർ ലേഖനം 6:11 നാം ഇതിനോട് പോരാടും. ഈ ശക്തിയെ പോരാടി ജയിക്കുവാൻ നമുക്ക് കഴിയും. എന്താ തെളിവ്? കാലസമ്പൂർണതയിലെ വ്യവസ്ഥയിൽ ഈ ശക്തികൾ മുഴുവനും ദൈവത്തോട് എതിർക്കുന്നതാണ്. ഈ ശക്തികളൊന്നും ദൈവത്തിന് അനുകൂലമല്ല. സകലതും തൻ്റെ കാൽക്കീഴാകണം എന്ന് പ്രമാണമുണ്ടെങ്കിലും റോമാലേഖനം പറയുന്നു ഇന്ന് എല്ലാം അവൻ്റെ കാൽക്കീഴാകിയതായി നമുക്ക് കാണുന്നില്ല. പക്ഷേ യേശു മടങ്ങി വരികയും തൻ്റെ വായിലെ ശ്വാസത്താൽ ഈ ദുഷ്ടനോട് പോരിട്ട ശേഷം സകലതും തൻ്റെ കാൽക്കീഴാക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക ദിവസം വരും, മറക്കല്ല്. ആ ദിവസം വരുന്നത് വരെ ഈ വാഴ്ചകളും ഈ അധികാരങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് എന്നെ ജയിക്കുമോ? ഞാൻ എന്നെ എന്ന് പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന സകല ദൈവതക്കളും എന്നെ എന്ന് അവരവരോട് ചോദിച്ചാൽ മതി, നമ്മെ ജയിക്കുമോ? മറുപടി ജയിക്കരുത്. നമുക്ക് ജയിക്കുവാൻ കഴിയുമോ? നാം ജയിച്ചേ മതിയാകൂ. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ യഹോവ നിർണയിച്ചിരിക്കുന്നു ദുർബലമാക്കുന്നവനാർ. കാലസമ്പൂർണതയിലെ ദൈവിക വ്യവസ്ഥയ്ക്കൊത്തവണ്ണം, തിരിഹിതത്തിൽ മറഞ്ഞുകിടന്ന മർമ്മത്തിനൊത്തവണ്ണം സകലതും പിതാവായ ദൈവത്തിൻ്റെ കാൽക്കീഴിൽ, തൻ്റെ കീഴിൽ പുത്രനും പരിശുദ്ധാത്മാവും തന്നോട് ചേർന്ന് ദൈവജനമാകുന്ന ഞാനും നിങ്ങളും ഒരുമിച്ച് ഭരിക്കുമെന്നത് നിത്യദൈവത്തിൻ്റെ നിർണയമാണ്. ആദമിനെ ഇവിടെ സൃഷ്ടിച്ചാക്കുമ്പോൾ ഈ ഭൂമിയെ അടക്കി വാഴുവാൻ, ഭരിക്കുവാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഞാനിത് തൊട്ടിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആദം വീണുപോയ ഇടത്ത് ഒടുക്കത്തെ ആദമായി യേശു വന്ന് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ആദമിനെ ദൈവം അനുഗ്രഹിച്ചത് നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയ്ക്കുകയെന്ന. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തേച്ച് പറഞ്ഞു, നിങ്ങൾ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നും എഴുന്നേൽപ്പിക്കണം. അല്ലെങ്കിൽ അക്ഷരീക രക്തത്തിൽ നിന്നും ജനിച്ച സന്തതി അല്ല, പുതിയ നിയമത്തിൽ ആത്മാവിനാൽ ജനിച്ചതും ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് കർത്താവ് വിളിച്ചു വരുത്തുന്നവരുമായ ആദാമിൻ്റെ മക്കൾക്ക് പകരം ദൈവമക്കളെ ഈ ഭൂമി ഏൽപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ഇത് അനാദികാലത്തെ ദൈവത്തിൻ്റെ തിരിഹിതത്തിൽ മറഞ്ഞുകിടന്ന ദൈവിക മർമ്മമാണ്. അത് സംഭവിക്കുമോ? യെശയ്യാവ് 14:26-27 യഹോവ നിർണയിച്ചു ദുർബലമാക്കുന്നവനാർ. ദൈവത്തിൻ്റെ തീരുമാനത്തിൽ ഒന്നുണ്ടെങ്കിൽ അതിനെ ദുർബലമാക്കുവാൻ ഒരു പിശാചിനും കഴിയുകയില്ല, ഒരു ശക്തിക്കും കഴിയുകയില്ല. അതിനെ ദുർബലമാക്കേണ്ടതിന് ദൈവിക പദ്ധതിയിൽ നിന്ന് എന്നെയും നിങ്ങളെയും പുറകോട്ടെടുക്കേണ്ടതിന് ഒരുപാട് ശ്രമങ്ങൾ പിശാച് നടത്തും. ഏതെല്ലാം മണ്ഡലങ്ങളിലൂടെ അത് പോരാടും? നമുക്ക് പൗലോസിനോടൊന്ന് ചോദിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ. അത് ആത്മലോകത്തെ കുറിക്കുന്നതാ. അടുത്തത് വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ കർത്തൃത്വങ്ങൾക്കോ. പിന്നെ ആപത്തിനോ നഗ്നതയ്ക്കോ വാളിനോ. ഇനി ഭൗതിക മണ്ഡലത്തിലേക്ക് മാറി. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ മറ്റ് യാതൊരു ശക്തിക്കുമോ ഇതെല്ലാം എനിക്കെതിരെ വരും. ക്രിസ്തുവേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പുറകോട്ടിരിക്കുവാൻ കഴിയുന്നതല്ല. അനേകർ നിസ്സാര കാര്യങ്ങളുടെ മുമ്പിൽ പിന്മാറുമ്പോൾ വീട്ടിലെ വസ്തുവിൻ്റെ പങ്ക് തങ്ങുന്നില്ല. ഇന്ന് രാവിലെ കഴിച്ചപ്പോൾ നല്ല ആഹാരം മറ്റവന് കൊടുത്തേച്ച് എനിക്ക് കരിഞ്ഞത് തന്നു, എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല. മറ്റവൻ ഉടുപ്പ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഉടുപ്പ് വാങ്ങിച്ചില്ല. ഇതൊക്കെയാണ് ഓരോരുത്തൻ വിശ്വാസത്തിൽ നിന്ന് പോകുന്നത്. വിശുദ്ധ പൗലോസ് പറഞ്ഞ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ വാടാ, ക്രിസ്തുവേശുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പുറകോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അലറുന്ന സിംഹം പോലെ വന്നാലും പമ്മി പതുക്കെ വന്നാലും ദൈവം തീരുമാനിച്ചു, യഹോവ നിർണയിച്ചു. അത് ദുർബലമാക്കും.
ഞാൻ സ്വയം ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്ന് വഴുതിപ്പോയെങ്കിൽ അതിന് ദൈവം ഉത്തരവാദിയല്ല. എന്നെ മറ്റൊന്നിന് പിടിച്ചു തിരിക്കുവാൻ കഴിയുകയില്ല. അപ്പോസ്തലപ്രവൃത്തി 26-15-16 വാക്യങ്ങൾ എന്തോ എന്നോട് കഴിഞ്ഞ 2-3 ആഴ്ചയായി അങ്ങ് ശക്തമായി ഇടപെടുക. അപ്പോസ്തലപ്രവൃത്തി 26-15-16 വാക്യങ്ങൾ അതിങ്ങനെയാണ്. പൗലോസിനോട് ശൗലിനോട് പറയുന്നതാണ്, നിവർന്നു നിൽക്കുക. താനെ ഒരു ദൈവദർശനത്തിൻ്റെ മുമ്പിൽ കുതിരപ്പുറത്ത് നിന്ന് തെറിച്ച് താഴെ വീണു. പൊടി പിടിച്ച ആ പൊടിക്കകത്തുനിന്ന് എഴുന്നേറ്റ് പൊടി പിടിച്ച വസ്ത്രവുമായി നിൽക്കുന്ന പിറുപിറ വിറച്ചുകൊണ്ട് അങ്ങാരാകുന്ന കർത്താവേ എന്ന് ചോദിച്ച് ഭയവിഹ്വലനായി തീർന്ന, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഈ സെക്കൻഡിൽ ഇവിടെ വരുന്നത് വരെ സ്മാർട്ടായിരുന്നു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു, എന്ത് സംഭവിക്കുന്നുവെന്നറിയാൻ വയ്യാതെ വിറച്ചുകൊണ്ട് കിടക്കുന്ന ശൗലിനോട് യേശു പറയുന്ന പദമാണ്, എഴുന്നേറ്റ് നിവർന്നു നിൽക്ക്. ഇതിനേക്കാൾ തളർന്ന ഒരവസ്ഥയിൽ സാധാരണഗതിയിൽ ഒരുത്തന് എത്താൻ ഒക്കത്തില്ല. ഞാൻ മഹാപുരോഹിതൻ്റെ അധികാരപത്രം വഹിക്കുന്നവനാണ്. എന്നോടുകൂടെ ഏറ്റവും സ്മാർട്ട് കേപ്പബിൾ ചെറുപ്പക്കാരുണ്ട്. ഞങ്ങൾ രാജ്യം വെട്ടിപ്പിടിക്കും, തകർത്തെടുക്കും, എൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് യൗവനത്തിൻ്റെ രക്തത്തുടിപ്പോടുകൂടെ അക്കാലത്തെ ഏറ്റവും ഉന്നത വാഹനമായ തേണ്ട കുതിരയുടെ പുറത്ത് ദമസ്കോസിൻ്റെ പടിവാതുക്കലേക്ക് വന്നവൻ കുതിര തള്ളി താഴെ കളഞ്ഞു. തേണ്ട തറയിൽ കിടക്കയാ. നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന വെളിച്ചം, കണ്ണ് രണ്ടുണ്ടായിരുന്നത് കാണാൻ വയ്യ. ആ വെളിച്ചത്തിൻ്റെ പ്രഭവ നിമിത്തം കണ്ണ് മങ്ങിപ്പോയി, കണ്ണ് കാണാൻ വയ്യാതെയായി. ആരും സഹായിപ്പാനില്ല, എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യ. ആ കിടപ്പിക്കിടന്നൊരു ചോദ്യം ചോദിച്ചങ്ങാരാകുന്ന കർത്താവേ, മറുപടി നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാ. അടുത്ത കൽപ്പന, എഴുന്നേറ്റ് നിവർന്നു നില്ല. ഇതിനേക്കാൾ തളരുന്ന സാഹചര്യം നമുക്ക് ആർക്കുമില്ല. ഇതിനേക്കാൾ തളരുന്ന സാഹചര്യമില്ല. ഇന്ന് തളർന്നു കിടക്കുന്നവനെ ദൈവത്തിന് പറവാനുണ്ട്, എഴുന്നേറ്റ് നിവർന്നു നില്ല്. എന്നോട് ശബ്ദമുണ്ട്, എഴുന്നേറ്റ് നിവർന്നു നില്ല്. കാരണം ഞാനൊരു ക്രിയയ്ക്ക് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിന്നെ അഭിഷേകം ചെയ്ത് അയക്കാൻ നിനക്ക് പ്രത്യക്ഷനായി വന്നതാ. ഇന്ന് പകൽ ഞാൻ സംസാരിക്കുന്ന വചനങ്ങളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനാകുകയാ. ഈ വാക്കുകളിലൂടെ ഇതിനകത്ത് ദൈവം പ്രത്യക്ഷനാകുക. നിയമിക്കേണ്ടതിന് വേണ്ടി എഴുന്നേറ്റ് നിവർന്നു നിൽക്ക്. ഞാൻ നിനക്ക് പ്രത്യക്ഷനായത് ആയതിനു വേണ്ടിയാ. എഫെസ്യർ 3:9 അനാദികാല വ്യവസ്ഥ നിർവഹിക്കേണ്ടതിന് ഞാൻ നിന്നെ നിയമിക്കുകയാണ്. എഫെസ്യർ 3:1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഒരു വലിയ നീണ്ട ഭാഗം വായിക്കുന്നില്ല. നാം വിശ്വാസത്തിൽ ദൈവിക പങ്കാളികളാകയാൽ ഉറച്ചു നില്ല്, നാം മാറുകയില്ല. ദൈവം എൻ്റെ അവകാശത്തിൻ്റെ ഓഹരിയാ. ഒരു നല്ല സങ്കീർത്തന വാക്യമുണ്ട്, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരി യഹോവയാ. ഞാൻ എന്തേലും തിന്നുമ്പോൾ ഇത് ഓർത്തോണ്ടേ തിന്നത്തുള്ളൂ, ഇതിൻ്റെ ഓഹരി കർത്താവാ. കർത്താവ് തിന്നാത്ത അഴുക്ക് തുടരുത്. ഞാൻ എന്തെങ്കിലും കുടിക്കുമ്പോൾ ഇത് ഓർത്തോണ്ടേ കുടിക്കത്തുള്ളൂ, ഇതിൻ്റെ ഓഹരിക്കാരൻ കർത്താവാ. മോട്ടിച്ചോണ്ട് വന്നത് എനിക്ക് കൊള്ളത്തില്ല, കട്ടെടുത്തോണ്ട് വന്നത് എനിക്ക് കൊള്ളത്തില്ല, കള്ളക്കാശ് കൊണ്ട് വാങ്ങിച്ചത് എനിക്ക് കൊള്ളത്തില്ല. കാര്യം ഇതിൻ്റെ അവകാശ ദൈവമാണ്, പങ്കാളി ദൈവമാണ്. ഞാൻ ഉറച്ചു നിന്നാൽ ദൈവത്തിൻ്റെ പങ്കാളിയായി മാറും. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യം വായിച്ചാൽ നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരമാക്കി വളർത്തേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമുക്ക് തരികയും 5 വിധ ശുശ്രൂഷകന്മാരാൽ ദൈവം അതിനെ ഉറപ്പിക്കുകയും ചെയ്തു. ഒരു ദൈവസഭ തിരിച്ചറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് സുവിശേഷകന്മാർ, 4-ാമത് ഇടയന്മാർ, 5-ാമത് അധ്യാപകന്മാർ, ഇങ്ങനെയുള്ള 5 വിധം നിയമനങ്ങളെ ദൈവം ദൈവസഭയിൽ നിയമിക്കും. ഞങ്ങളുടെ സഭയെ പ്രവാചകന്മാരെ കയറ്റുകയില്ല, അങ്ങനെ പല സഭയിലും കയറ്റുകയില്ല. അതിന് ഞാൻ എന്നാ വേണം? ഞങ്ങളുടെ സഭയെ കയറ്റും. കാര്യം ഇത് ദൈവസഭയാണ്. ദൈവസഭയും അല്ലാത്തതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഈ ഉണർവുകാരെന്ന് പറയുന്നവരെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെ പലരും അംഗീകരിക്കുന്നില്ല. അതിന് ഞാൻ എന്ത് വേണം? ബഹുജനം പലവിധം, എനിക്ക് ദൈവവചനമാണ് വലുത്, ആകയാൽ ഇത് അംഗീകരിക്കും. ഇവരെ ഒരുമിച്ച് ദൈവം കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാണ്? നാം വളർന്നുകൊണ്ടിരിക്കേണ്ടതിന്. തളരുന്നുവെന്ന് തോന്നുന്നവരെ വളർത്താനാ ദൈവം തീരുമാനിച്ചത്. തളരുന്നുവെന്ന് തോന്നുമ്പോൾ ആ തോന്നലിനോട് പറ, എന്നെ വിട്ടു പോ ദുഷ്ടചിന്തയെ. ദൈവം എന്നെ വിളിച്ചത് വളർത്താനാ. ഇന്ന് പകൽ വളരുവാൻ കഴിയാതെ എന്നെ ശ്രദ്ധിക്കുന്ന ചിലതിനോട് യേശുവിൻ്റെ നാമത്തിൽ വളർച്ച ഏറ്റെടുക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. വളരുക. ഇതിനു വേണ്ടി ദൈവം നമ്മെ ആക്കിയതാണ്. 5 വിധ ശുശ്രൂഷകളാൽ വളരുവാൻ ദൈവം നമ്മെ ആക്കി. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ജാതികളെപ്പോലെ ചതിമോഹത്തിലായി
അശുദ്ധി പ്രവർത്തിച്ച് നടപ്പിൽ തളരരുത്, മുന്നേറുവാൻ ദൈവം നമ്മെ വിളിച്ചു. നാം ദൈവത്തിൻ്റെ പുതുമനുഷ്യനെ ധരിക്കുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് താല്പര്യമുണ്ട്. നാം പുതുമനുഷ്യനെ ധരിച്ചേ മതിയാകുള്ളൂ. നെക്സ്റ്റ് പേജ്. ടൈറ്റസ് 1:2 നിങ്ങൾ വൃതന്മാരാണ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഈ വൃതന്മാരെന്ന പദത്തിലേക്ക് ഞാൻ ഒരല്പം കൂടെ കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വന്നോളാം. വൃതന്മാരെന്ന വാക്കിലേക്ക് ഞാൻ വന്നോളാം. ദൈവം വൃതന്മാർക്ക് കൊടുക്കുന്ന ചില പ്രത്യേക പ്രമാണങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 7:12 ലൂക്കോസിൻ്റെ സുവിശേഷം 6:31 രണ്ട് വാക്യങ്ങൾ യേശു പറഞ്ഞിരിക്കുന്ന ഗോൾഡൻ റൂൾസ് എന്ന് പറയാം. ഇത് നോർമൽ ലോകതത്വങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ മുമ്പേ കാണിച്ച സർക്കിളിൽ 1ാം സർക്കിളിലേക്ക് മാറാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഗോൾഡൻ റൂൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോയി അവർക്ക് ചെയ്തേച്ചുക. ചിലപ്പോൾ ഞാൻ തളർന്നു പോകുമ്പം എനിക്കൊരു ചിന്ത കാണും, എനിക്കൊരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും തന്നിരുന്നെങ്കിൽ. മോനെ, തളർന്നു പോകുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേച്ചുക. ദേ ആർ ദ ഗോൾഡൻ റൂൾസ്. മനുഷ്യർ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ആദ്യം അങ്ങോട്ട് ചെയ്യ്, ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. 2 ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 6:31 വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു തരാൻ കഴിവുള്ളവന് നിങ്ങൾ കൊടുത്താൽ അതുകൊണ്ടൊരു പ്രതിഫലമില്ല. അതിൻ്റെ അർത്ഥം വാരി കടലിക്കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഗോൾഡൻ റൂൾസിൽ പങ്കാളിയാകുവാൻ കരുണ തോന്നി കൊടുക്കുക. പഴയ നിയമത്തിൽ കരുണ തോന്നി വായ്പ കൊടുക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ യേശു ആ വായ്പ എന്നുള്ളത് അങ്ങ് എടുത്തു കളഞ്ഞു, തിരിച്ചു കിട്ടത്തില്ല എന്ന ചിന്തയോടെ. അർഹിക്കുന്നവൻ. പക്ഷേ ബൈബിൾ തന്നെ പറയുന്നുണ്ട്, അധർമ്മം പെരുകുന്നത് കൊണ്ട് പലരുടെയും സ്നേഹം തണുത്തു പോവുകയാണ്. നമുക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. പരസ്യമായി പറയാൻ സങ്കടമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ നിവൃത്തിയില്ല, അവരെ പഠിപ്പിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ചിലരെ ഔട്ട് ഓഫ് ദ വേ സഹായിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ വലിയ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, അതുകൊണ്ട് ഈ ഒരു വർഷം അവരെ പഠിപ്പിക്കാൻ സ്കൂളിൻ്റെ അഡ്മിഷൻ ഉള്ളത് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയുന്നവർക്ക് മക്കൾ പോലും ഇല്ലെന്ന്. ചർച്ചിനകത്തുനിന്ന് എൻ്റെ 2 മക്കളെ സ്കൂളിൽ ചേർക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ടവൻ്റെ സ്തോത്ര കാഴ്ചയിൽ നിന്ന് സാധുക്കളെ സഹായിക്കാൻ എന്ന പേരിൽ ഒരു കൊച്ചു ഫണ്ട് വേർതിരിച്ച് ആ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുത്തേച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴാണ് വേറൊരാൾ വന്ന് പറയുന്നത്, ആ പുള്ളിയെ കല്യാണം കഴിച്ചു പോലും അല്ല, മക്കളില്ല. എൻ്റെ ഭാര്യയുടെ സർജറി നടക്കുകയാണ്, ഹോസ്പിറ്റലിലാണ്, ഇപ്പം 50,000 രൂപ കെട്ടിവെച്ചില്ലെങ്കിൽ ആൾ ചത്തുപോകും എന്ന് ഒരു ചർച്ച് ഓഫീസിൽ ചെന്ന് ഒരു ഉപദേശി പറഞ്ഞു. 50,000 രൂപ ഉടൻ കൊടുക്കാൻ ആ ചർച്ച് ഓഫീസ് വിധിച്ചു. അവിടെ ഇരുന്ന ഒരു ക്ലർക്കിന് തോന്നി, ക്ലർക്കല്ലാതെ ഒരു പാസ്റ്റർ ക്ലർക്കും കൂടെയാണ്, രൂപ കൊണ്ട് മാത്രമായില്ലല്ലോ, ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടെ വേണമല്ലോ എന്ന്. അദ്ദേഹം പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, വാ പാസ്റ്ററെ, ഞാനിവിടെ വരിക പ്രാർത്ഥിക്കാൻ. അല്ല, ഞാൻ വേറൊരു വഴിയെ ഇവിടെ പോകുന്നത്, അത് ഏത് വഴിയായാലും ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരാശ. ഈ പുള്ളി അതുവഴി മുങ്ങി. ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഒരു രോഗി അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അധർമ്മം പെരുകുന്നത് കൊണ്ട്, പലപ്പോഴും കളിപ്പ് പറ്റുന്നത് കൊണ്ട്, വ്യക്തിപരമായി അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സഭ മുഖേനയെങ്കിലും അല്ലെങ്കിൽ കഴിയുന്നവർ മുഖേനയെങ്കിലും ചെയ്യുന്നത് പ്രയോജനമാണ്. ഗോൾഡൻ റൂൾസ് ഓഫ് ദ ലോർഡ്. 1ാം സർക്കിളിലോട്ട് കയറണോ, നിങ്ങൾ ചിലത് ചെയ്തേ മതിയാകത്തുള്ളൂ. അടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം 6:31 മടക്കിത്തരാൻ ഇല്ലാത്തവന് നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ സമയം സാത്താനാണെങ്കിൽ അവൻ്റെ സകല ആയുധങ്ങൾ കൊണ്ട് നമ്മുടെ നേരെ വരും. എഫെസ്യ ലേഖനം 5-ാം അധ്യായം പറയുന്നത് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾ. അതൊരുപാടുണ്ട്, ഇന്നെനിക്ക് എടുക്കാൻ ഒക്കത്തില്ല. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾ, പൊട്ടച്ചൊല്ല്, കളിവാക്ക്. ഒരാൾ ഒരിടത്തിരുന്ന് 1000 തമാശ പറഞ്ഞങ്ങ് ചിരിച്ചു. മോനെ, നീളം കൂടിയിട്ടില്ല, വണ്ണം കൂടിയിട്ടില്ല, ആരോഗ്യം കൂടിയിട്ടില്ല, വിദ്യാഭ്യാസം കൂടിയിട്ടില്ല, ജീവിതത്തിൽ ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ല, പോയത് നിൻ്റെ 15 മിനിറ്റാ. പ്രയോജനമില്ലാത്തതാ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികൾ, ഫലമില്ലാത്ത പ്രവർത്തികൾ, ചെയ്തതുകൊണ്ട് ഉപകാരമില്ലാത്ത പ്രവർത്തികൾ. അവ ഇരുളിൻ്റേതാണ്. ഈ ലോകത്തിൻ്റെ മോഹത്തിനനുസരിച്ച് നടക്കരുത്, അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാനില്ല. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടപ്പോൾ ഒരു കാര്യം തൊട്ടായിരുന്നു.
കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ, ഇന്നലെയല്ല കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഒരശരീരി ശബ്ദം ഞാൻ കേട്ടു. ആളില്ലാതെ ശബ്ദം ഉണ്ടാകുന്നതിനെയാണ് അശരീരി എന്ന് പറയുന്നത്. എവിടെ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതുപോലെയല്ല, വ്യക്തമായ വാക്കുകളിൽ ലെറ്റ് മൈ ചിൽഡ്രൻ ലീവ് ദ കൾച്ചർ ഓഫ് റിമൈനിങ് അറ്റ് ദ എൻട്രി ലെവൽ ഓഫ് ക്രിസ്ത്യാനിറ്റി. എന്നോട് എന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞത് എനിക്കറിയാൻ വയ്യ, എനിക്ക് മലയാളം ആകെ അറിയാവുന്ന ഭാഷ. എനിക്ക് തോന്നുന്നു ഇന്ന് ഞാനിത് പരസ്യമായി വിളിച്ചു പറയുമ്പോൾ മലയാളം അത്രയും അറിയാത്ത പിള്ളേരെ രണ്ട് കേൾക്കാനായിരിക്കും. അല്ലേ, എന്നോടത് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എന്താ കാര്യം? എൻട്രി ലെവലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറുന്ന ആ ലെവലിൽ നിന്ന് നിങ്ങളൊന്ന് മാറണമെന്ന്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒരു വാക്യം ഇങ്ങനെ തന്നു. സാധാരണ ഞാൻ പറയാറുണ്ട്, അതിനേക്കാൾ ഉപരിയായി ഇന്ന് രാവിലെ അതെന്നെ ഒന്നുകൂടെ ഏൽപ്പിച്ചു. പത്രോസ് അപ്പോസ്തലൻ മീൻപിടുത്തക്കാരനായിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് തന്നെ വിടുവിച്ചു. മീൻപിടുത്തത്തിൽ കണ്ട അത്ഭുതം കൊണ്ടാണ് അങ്ങേര് മുന്നോട്ട് വന്നത്. മുന്നോട്ട് വന്നപ്പോൾ ഒരു ചോദ്യം കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ അതും വിട്ടേച്ച് എന്നെ അനുഗമിക്ക്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. എൻട്രി ലെവലിൽ ഒരു ഉന്നത വാഗ്ദത്വം അങ്ങ് കൊടുത്തു. എൻട്രി ലെവലിൽ ഒരു ഉന്നത വാഗ്ദത്വം. സത്യത്തിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം പലരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഇടപെട്ടടുത്തോട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, പത്രോസിൻ്റെ അവസാനം എന്തായിരുന്നു? തലകീഴായി കുരിശിക്കുകയായിരുന്നു. ഈ മീൻ പിടിക്കുന്നിടത്ത് എന്ന് യേശു അങ്ങ് പറഞ്ഞെന്നിരിക്കട്ടെ, വാ പത്രോസേ എന്നെ അനുഗമിക്കാൻ, നിന്റെ തല കീഴായി കുരിശിച്ചേക്കാമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ തുഴ കൊണ്ട് യേശുവിനെ തല്ലിയ ചോടാൻ രക്ഷിച്ചത് അയാൾ വരികയില്ലായിരുന്നു. കാര്യം ദാറ്റ് ഈസ് ദ എൻട്രി ലെവൽ. അതുകൊണ്ട് കഷ്ടതയെക്കുറിച്ച് തന്നോട് പറയാതെ തന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. ധൈര്യമായി ചാടി ഇറങ്ങി വന്നു. കുറേ നാൾ കഴിഞ്ഞ് പത്രോസ് വളർന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞ് യേശുവിനെ റിസ്റ്റോർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, പോയി എൻ്റെ കുഞ്ഞാടുകളെ നോക്ക്. ഇതൊക്കെ പറഞ്ഞു, പത്രോസേ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്കിഷ്ടമുള്ള വഴിയെ കൂടെ നീ നടന്നു. പക്ഷെ ഒരു കാലം വരും, ഇന്ന് രാവിലെ എന്നോട് ഇടപെട്ടതാ, നീ കൈ നീട്ടുകയും നിനക്കിഷ്ടമില്ലാത്ത വഴിയിൽ ആളുകൾ നിന്നെ ട്രസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അടുത്ത പദം എഴുതിയിരിക്കുന്ന അറിയാമോ? ഇങ്ങനെ ഏതു വിധം മരണം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കും എന്ന് സൂചിപ്പിച്ചു. ആ പ്രസാദിപ്പിക്കുമെന്ന വാക്കാ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പനി വന്നതുകൊണ്ടും തലവേദന വന്നതുകൊണ്ടും കഷ്ടം വരുന്നത് കൊണ്ടും ദൈവത്തിന് സന്തോഷമില്ല. എടോ, തനിക്കാണോ അറിയാവുന്ന? യേശുവിനാണോ അറിയാവുന്നത്? പത്രോസിൻ്റെ മരണം ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ? പത്രോസിൻ്റെ കഷ്ടത കണ്ട് ദൈവത്തിന് പ്രസാദമുണ്ടോ? എനിക്കതിൻ്റെ മർമ്മം അറിഞ്ഞുകൂടാ. എഴുതിയത് ഞാൻ വിശ്വസിക്കുന്നു. എൻട്രി ലെവലിൽ മനസ്സിലാകാത്ത പലതും ഒരു ഹയർ അപ്പ് ലെവലിൽ മനസ്സിലാകും. നമുക്ക് ആ എൻട്രി ലെവൽ വിടാം സഹോദരന്മാരെ, നമുക്കൊരു ഉന്നത ലെവലിലേക്ക് മാറാം. എന്നോട് തിരുവനന്തപുരത്തെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തൻ്റെ മാനുഷിക കണക്ക് കൂട്ടിയേച്ച് പറയുന്നൊരു വാചകം, പാസ്റ്റേ, ഒരു 200-300 ആയിരം കൊട്ടാരങ്ങളിലൂടെ ഈ തലമുറയിലുള്ളവർക്ക് വേണ്ടി ഉണ്ട്, ബാക്കി ആളില്ലാത്ത. അതും കൂടെ ആയാൽ യേശു വരും. ഇറ്റ് ഈസ് സോ ക്ലോസ്. ഒരു 2000-3000 വീടുകളിലൂടെ നിറയാനുണ്ട് ഈ ലെവലിലുള്ളവരെ കൊണ്ട് ഈ തലമുറയിൽ നിന്ന്. ഗ്ലോബലായി പറയുന്നത്, ആഗോള വ്യാപകമായി ഇന്ന് നടക്കുന്ന മതപീഡയിൽ തലവെട്ടി എറിയുന്നത്, ചുട്ടുകരിക്കുന്നത്, കർത്താവിന് വേണ്ടി ഏറ്റവും വില കൊടുക്കുന്ന ഒന്നാം നിരയിൽ നിൽക്കുന്നവർ മിനിറ്റുകൾ പോലും ചേർക്കപ്പെടുകയാ. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ തുച്ഛമായ ഒരു കുറേ പേരൂടെ ചെന്ന് കഴിഞ്ഞാൽ ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്നാണ് ബൈബിൾ പറയുന്നത്. എത്തേണ്ട ഇടത്തെത്തിക്കഴിഞ്ഞാൽ കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷയരായി ഉയർക്കും. പ്രവൃത്തികൾ അവസാനിച്ച് ഒരു രംഗത്തിൽ എത്തുന്നതിന് മുന്നമേ ഇന്ന് പകൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഹയർ ലെവൽ വരെ വിളിയുണ്ടെന്ന് മറക്കരുത്. എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞായിരുന്നു. സ്വർണ്ണനിറമുള്ള എണ്ണ ഒഴുക്കുന്ന ഒലിവ് കൊമ്പുകൾ ദൈവത്തിന് ആവശ്യമുണ്ട്. ദീപങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു, എല്ലാം ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. വിളക്കിനകത്തൊഴിക്കേണ്ടതിന് ഒലിവെണ്ണ ആവശ്യമാണ്. ചില അഭിഷക്തന്മാരെ ദൈവത്തിന് വേണം. എല്ലാവരെയും ആ ലെവലിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് ഉപയോഗിക്കാൻ ചിലരുണ്ട്. ഞാൻ ഉദാഹരണം കഴിഞ്ഞ ആഴ്ച തൊട്ടെന്ന് തോന്നുന്നു, ഇല്ലല്ലോ ഈ അടുത്ത ദിവസങ്ങളിൽ പലപ്പോൾ പറഞ്ഞു. ഏലിയ ഒരിക്കൽ ദൈവസന്നിധിയിൽ വന്നൊരു സ്ട്രോങ് കംപ്ലൈൻറ്റ് പറഞ്ഞ്, കർത്താവേ, എനിക്ക് അങ്ങയുടെ അടുക്കലേക്ക് വരുവാൻ. ഏലിയാവ് വന്ന് ചേർന്ന്, ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. പറഞ്ഞ്, ഏലിയാവേ, നീ ഒരുത്തനല്ല, 7000 പേർ മിച്ചമുണ്ട്. പക്ഷേ അടുത്ത തലമുറയ്ക്കൊരു അഭിഷേകം കൈമാറാൻ രണ്ടാമതൊരുത്തനെ കൊള്ളുകയില്ല. നിന്നെ ഒരാളിനെ മാത്രമേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് നീ എഴുന്നേറ്റ് ഗുഹാമുഖത്ത് വന്ന് എൻ്റെ മുമ്പിൽ നിൽക്ക്. ഞാൻ ഇവിടോട്ട് നിർത്താൻ പോകുകയാ.
ഒന്നാം ലെവലിലേക്ക് വളരുവാൻ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കുമോ? ഞാൻ സന്ദേശം നിർത്തുകയല്ല, ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ സന്ദേശത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ എത്തുന്നത് വരെ ദൈവകൃപയുടെ അകത്തേക്ക് എൻ്റെ ജനത്തെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഒന്നാം ലെവലിലേക്കൊന്ന് മാറുവാൻ, സാമാന്യമായി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഇന്ന് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, വ്യത്യസ്ത മീഡിയകളിലൂടെ ശ്രദ്ധിക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. ചില ദൈവിക വിടുതലുകളും ഇന്ന് ഞങ്ങളുടെ വചനത്തോട് ചേർന്ന് അവരുടെ മേൽ വ്യാപരിക്കട്ടെ. രോഗശാന്തി മുതൽ ദൈവിക വിമോചനങ്ങൾ വരെ ചിലതെല്ലാം ഇന്ന് അവരുടെ മേൽ വരട്ടെ. അതിലുപരി ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് ഒന്ന് ഉയരുവാൻ കർത്താവ് അവർക്കിടയാക്കണമേ. കാലമധികം ഇല്ലാത്തതിനാൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ചില മിനിറ്റുകളിലൂടെ തുടരാം. ഹാർവസ്റ്റിലുണ്ടായിരുന്നവർ മാറി, തുടർന്ന് നമ്മുടെ വെബ്സൈറ്റിലുള്ളവർ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തു. ഇന്ന് പകൽ ഗൗരവമുള്ള രോഗികളുമായി വന്നവർ, അവരുടെ രോഗികളെ 4-5 പേര് കാണാം. ഒരു 4 കസേര ഇവിടെ കിടപ്പുണ്ട്, 5-6 കസേര ഫ്രീ കിടപ്പുണ്ട്. ഇങ്ങോട്ട് ഇരുത്തിക്കോ, കുഴപ്പമില്ല. ഞാൻ അധിക സമയം ദീർഘിപ്പിക്കത്തുമില്ല, ഇവിടെ നിർത്തും. ചില മിനിറ്റുകളിലൂടെ മാത്രം ഇന്ന് പകൽ പ്രാർത്ഥിക്കണമെന്നൊരു പ്രത്യേക താല്പര്യം ചിലർ വിളിച്ച് പറഞ്ഞതും എൻ്റെ ഹൃദയത്തിൽ തോന്നിയതും ഇവിടെയാണ്. രോഗികൾക്കായി, 2 കടഭാരങ്ങളുള്ളവർക്കായി, 3 ജീവിതത്തിൽ തകർന്നവർ. എനിക്കതങ്ങോട്ട് അറിയാൻ വയ്യ, എന്തോ ഏത് കാരണം കൊണ്ട് തകർന്നു എന്ന് എനിക്കറിയാൻ വയ്യ. ഇനി എനിക്ക് പണിയപ്പെടാൻ ഒക്കത്തില്ല, ചതഞ്ഞ ഓട പോലെ. ഒടിഞ്ഞൊട്ട് പോകത്തുമില്ല, നേരെ ഒട്ട് നിൽക്കത്തുമില്ല. ഓട ഈറയുടെ ഒരു ഭാഗമെടുത്ത് അതൊന്ന് ചതച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഓടിക്കാനും എളുപ്പമല്ല, അത് നേരെ ഒട്ട് നിൽക്കത്തുമില്ല. മലയാള ഭാഷയിൽ പറയുമായിരുന്നു, ചത്ത് കട്ടിൽ ഒഴിയത്തില്ല, ചാകത്തുമില്ല, എഴുന്നേറ്റ് പോകത്തുമില്ല. ഈ കട്ടിലേൽ ഇവൻ തന്നെ കിടക്കുകയുള്ളൂ. ചത്താൽ എടുത്ത് കുഴിച്ചിടും, എഴുന്നേറ്റങ്ങ് പോയാലായി. ഇത് രണ്ടുമില്ലാതെ ഇന്ന് രാവിലെ ഏറെക്കുറെ ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ദൈവാത്മാവ് ഇടപെട്ടതാ. ചതഞ്ഞ ഓട പോലെ നിവരാൻ നിവൃത്തിയില്ലാതെ തകർന്നു പോയ ചിലത് ഇന്ന്, നാളെയല്ല, ഇന്ന് ഒരു ദൈവിക വിടുതൽ നടന്നേ മതിയാകൂ. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് എടുത്തു പറഞ്ഞതുകൊണ്ട് കൃപാവരം കുറഞ്ഞു പോയി എന്ന വാക്കിന് അർത്ഥമില്ല. ദൈവത്തിന് നമ്മെ പണിയാനുണ്ട്, ദൈവത്തിന് ചെയ്യാനുണ്ട്. വിടുതലിന് വേണ്ടി അങ്ങനെയുള്ളവർ തയ്യാറായിക്കോ. വെബ്സൈറ്റിലൂടെ ശ്രദ്ധിക്കുന്നവർ, ഇന്നയാളിനെ കുറിച്ചായിരിക്കാം പരിശുദ്ധാത്മാവ് പറഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, മേക്ക് എ കോൾ ഓർ സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ്. പെട്ടെന്ന് ലൈനിൽ വന്നോളാൻ പറ. ഇന്ന് ചില 5-6 മിനിറ്റുകൾക്ക് ശേഷം, ചില മിനിറ്റുകൾക്ക് ശേഷം അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്ന് ഞാൻ ഒരു ചെറിയ ഭാഗത്തൂടെ പോട്ടെ. ഒരാത്മീയനെ തകർക്കേണ്ടതിന് വേണ്ടി നമ്മുടെ മുൻപിലുള്ളവരും വെബ്സൈറ്റിലുള്ളവരും ഒന്നിച്ചുണ്ട്. ഒരാത്മീയനെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി പിശാച്, പൈശാചിക മണ്ഡലം എന്തെല്ലാം ചെയ്യും. നാം വൃതന്മാരാണെന്ന പദം മറക്കരുത്. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നാം വൃതന്മാരാണ്. വൃതന്മാരെന്ന് പറയുന്നത് ഭക്തന്മാരെന്നല്ല, അതിനേക്കാൾ ഒരു വലിയ ലെവൽ മുകളിലാണ്. ചില പ്രത്യേക വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. ആ വ്രത ദിവസങ്ങളിൽ അവരെന്നത്തേതും പോലെ അല്ല, അവരുടെ ആഹാരത്തിന് വ്യത്യാസമുണ്ട്. ചിലരുടെ വ്രതത്തിൽ ചില ദിവസങ്ങളിൽ അവർ ആരോടും മിണ്ടത്തുപോലുമില്ല, സംസാരിക്കാതിരിക്കും. അവരാരോടും മിണ്ടത്തില്ല, മൗനവ്രതമായിരിക്കാം. ചില പ്രത്യേക വ്രതങ്ങൾ എടുക്കുന്നവരുണ്ട്. ഒരു ദൈവ പൈതൽ വ്രതസ്ഥനാണെന്ന് മറക്കരുത്. നാം ലോകക്കാരല്ല, വ്രതം അനുഷ്ഠിക്കുന്നവരാണ്. 2 പത്രോസ് 5:8 പ്രതിയോഗിയായ പിശാചി നമുക്കെതിരെയും ഉണ്ട്, അലറുന്ന സിംഹം പോലെയാണ്, എന്നാൽ നമുക്കവിടുന്ന് രക്ഷ പ്രാപിക്കുവാനായി കഴിയും. തീമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, സത്യത്തിൽ ഇത് വായിപ്പിക്കണമെന്ന് ഞാൻ ഓർത്തതാ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് ഓർക്കുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളുമായി. തീത്തോസിൻ്റെ ലേഖനമൊക്കെ ആത്മീയർക്ക് എഴുതുന്നതാണ്, സാധാരണ വിശ്വാസിക്ക് എഴുതുന്നതല്ല. ആവർത്തിക്കാം, തീത്തോസിൻ്റെ ലേഖനം ലോകക്കാർക്ക് എഴുതുന്നതല്ല. ആത്മീയത്തിൻ്റെ ഉന്നത ലെവലിൽ വന്നു നിൽക്കുന്ന ശുശ്രൂഷകനോട് പറയുകയാണ്, നീ ഇതൊക്കെ കാണാൻ പോകുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാകും. ഏതാണ്ട് 20 കൂട്ടം കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്ന് ഓടിച്ചു വായിക്കാമോ ദയവായിട്ട്, ആർക്കെങ്കിലും മൈക്കുണ്ടെങ്കിൽ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഇണങ്ങാത്തവരും അജിതേന്ദ്രിയന്മാരും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുന്നവരായിരിക്കും. യാതൊരു ശക്തിയുമില്ല, പക്ഷേ പുറമേ ഉള്ള വസ്ത്രം, എൻ്റെ ഇടപെടലൊക്കെ കണ്ടാൽ സ്വത്രവും ആമേനും ഒക്കെ ഉണ്ടായിരിക്കാം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിനെ, ശക്തിയെ ത്യജിച്ച് കളയുന്നവരായിരിക്കും. ഒരു 20 കൂട്ടം പ്രവൃത്തികൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. വായിക്കുന്നില്ല.
യൂദായുടെ ലേഖനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടത്തെ പിശാചു കൊണ്ടുവരും. നമ്മിൽ പലർ വീണ് ആ പരുവമാകാതിരിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. പരിഹാസികൾ എഴുന്നേറ്റ് വരും. ഞാൻ ഇന്നിവിടെ പറയുന്ന പല പ്രസ്താവനകളും, എടുക്കുന്ന പല ബൈബിൾ ക്ലാസ്സുകളും, ആത്മീയമായ പല ആരാധനകളും അവിടുന്നും ഇവിടുന്നും കട്ട് ചെയ്ത് കോമിക്ക് കളിച്ചുകൊണ്ട് പരിഹാസം പറയുന്ന ആ പരിഹാസിയെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചതാണ്, യവന്മാർ എഴുന്നേറ്റ് വരും. ഞാനപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പരസ്യമായി പറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവജനത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ എടുത്തു പറയുന്ന ദൂതുകൾ, ആത്മാവിൻ്റെ ഭാഷയിൽ ദൈവം ഇടപെടുമ്പോൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ സൈറ്റ് മുതലായ ഇടങ്ങളിൽ നിന്ന് അല്ലെ അതുപോലുള്ള ഇടങ്ങളിൽ നിന്ന് വെട്ടിയെടുത്തും തിരിച്ചും മറിച്ചും ഒട്ടിച്ചു ചേർത്തും ബോധിച്ചതുപോലെ സാധാരണക്കാരൻ്റെ മുമ്പിൽ കൂത്തുകളിക്കാൻ ഉപയോഗിക്കുന്ന പരിഹാസിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇവന്മാർ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും. ഇത് കാണുമ്പോൾ എൻ്റെ ദൈവജനം ഒരു കാര്യം ഓർക്കണം, വീണ്ടെടുപ്പിൻ്റെ നാളടുത്തു. അതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് അലറുന്ന സിംഹം പോലെ ശത്രുവെന്ന് നിൽക്കുന്നവൻ്റെ ആ നഖത്തിൻ്റെ പ്രയോഗമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ കൃപയിൽ ഉറച്ചു നിൽക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ പേരെടുത്തുകൊണ്ട് അനേകർ വരും. ഒരു 15 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അധർമ്മത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. 2 തെസ്സലോനിക്കർ 2:7 അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, അധർമ്മത്തിൻ്റെ മൂർത്തിഭാവം വെളിപ്പെട്ടു വരും എന്ന് പറഞ്ഞു. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും എഴുന്നേറ്റ് മതഭേദങ്ങളെ, ഭക്തിക്ക് നിരക്കാത്ത മതഭേദങ്ങളെ നുഴയിച്ചു കൊണ്ടുവരികയും സത്യമാർഗം ദുഷിക്കപ്പെടുകയും ചെയ്യും എന്ന് എടുത്തു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24:12 അധർമ്മം പെരുകുന്നത് കൊണ്ട്, ഞാൻ മുമ്പേ ഒന്ന് തൊട്ടു, അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് പറയുന്നത്. 1 തീമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഭാവി കാലത്ത് വ്യാജ ആത്മാക്കളെയും ഭോഷ്ക് പറയുന്നവരുടെ ഉപദേശത്തെയും ആധാരമാക്കി വിശ്വാസം ത്യജിച്ചു കളയുന്ന പിന്മാറ്റക്കാർ എഴുന്നേറ്റ് വരും. ഞാൻ ഇവിടം മുതൽ ഇവിടം വരെ പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. ഈ ബാംഗ്ലൂരിൽ ഒരു കോൺഫറൻസ് നടക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിക്കുവാൻ ഒരു ദൈവദാസൻ വന്നു. ഈ ഓഫീസിൽ വന്ന് കണ്ടു. എന്നോട് പറഞ്ഞൊരു കോൺഫറൻസ് നടക്കുന്നുണ്ട്, സാമ്പത്തികമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അനൗൺസ് ചെയ്യണം, ആളുകൾ വരണം, എംഎവറീസ് വരണം, ഒരു ദിവസത്തെ മീറ്റിംഗ് നിങ്ങൾ പ്രിസൈഡ് ചെയ്യണം. അന്ന് ഞാൻ കൃത്യം പോലെ ഫ്രീ ഉള്ള ദിവസവുമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ആരാ പ്രസംഗിക്കുന്നത്, എന്താ ഏതാ ചോദിച്ചു പറഞ്ഞു വന്നപ്പോൾ, പരിശുദ്ധാത്മാഭിഷേകത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാത്ത ഒരു വിഭാഗമാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ച, സ്നേഹിത, എൻ്റെ ഓർമ്മയിൽ ഞാനും നിങ്ങൾ ഒരുമിച്ചിരുന്ന് നന്നായി ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആരാധിച്ചിട്ടുണ്ട്, അതൊക്കെ അറിവില്ലായ്മയുടെ കാലത്ത് പറ്റിയതാ. അന്നെനിക്ക് അറിവില്ലാഞ്ഞ കൊണ്ട് മറുഭാഷ എന്ന പേരിൽ ഞാനും ബ്ലാബർ ചെയ്തതാ. ഞാൻ പറഞ്ഞു, അന്നാണോ അതെൻ്റെ അറിവ് പോയത്, ഇന്നാണോ എന്ന് എനിക്ക് എന്നെ അറിയില്ല. അന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, അതോ ഇന്നാണോ മനസ്സിലാകാഞ്ഞ്, ഏതായാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മനസ്സിലാകാത്ത പ്രശ്നമുണ്ട്. എടോ, ഒരു തീരുമാനം എടുത്തേച്ച് പുറകോട്ട് പോകുന്നവനെ തിരുവചനം വിളിക്കുന്നത് സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായെന്ന. കറുത്ത ഉടുപ്പിടത്തില്ലെന്ന് എനിക്കൊരു തീരുമാനമുണ്ടെന്നിരിക്കട്ടെ, ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമാണെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു തീരുമാനം ഇല്ല. കറുത്ത ഉടുപ്പിടത്തില്ല എന്നെനിക്കൊരു തീരുമാനമുണ്ടെന്നിരിക്കട്ടെ, നാളെ എല്ലാവരും കറുത്തുടുപ്പിട്ടപ്പോൾ ഞാനിവിടെ അതിട്ടാൽ പിശാച് 10 പൈസ കൂടുതൽ തരുമെന്ന് പറഞ്ഞ് ആ കറുത്തുടുപ്പിടുന്നവനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് നായ. ഓമനപ്പേര്, അതിനേക്കാൾ നല്ലൊരു പേര് അവന് ബൈബിളിൽ വേറെ ഇല്ല. പിന്മാറ്റത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു ശക്തി എഴുന്നേറ്റ് വരും. കഴിയുമെങ്കിൽ വൃതന്മാരെ വീഴ്ത്തേണ്ടതിന് വേണ്ടി 2 തെസ്സലോനിക്കർ 2:3 വിശ്വാസത്യാഗം, അധർമ്മമൂർത്തി, അവൻ ദേവാലയത്തിൽ വന്നിരുന്ന് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തും. ഈ വ്യാജ ഉപദേശം അനാത്മീയനായി നടക്കുകയല്ല, ഞാനാണ് വലിയ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞ് ദേവാലയത്തിലേക്ക് കയറും. അധർമ്മമൂർത്തിയുടെ പ്രഭാവം അനേക ലക്ഷണങ്ങളോടുകൂടെ ലോകത്തിൽ നിന്ന് വൃതന്മാരെ വലിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം കേട്ട ഒരു ദൂതിൻ്റെ മുമ്പിൽ 5000-ഓളം മലയാളികളായ ചെറുപ്പക്കാർ ഈ തലമുറയിൽ പ്രയോജനപ്പെടേണ്ട
ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ സാത്താൻ ഇത്തരം ഒരു ആത്മാവിനാൽ വശീകരിച്ച് വഞ്ചിക്കുകയാണ്. പ്രാർത്ഥിച്ചോളാൻ വിളിച്ചു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ വ്യക്തി പറഞ്ഞ ഇതര സൈനുകൾ കംപ്ലീറ്റ് ചെയ്തതിനാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും അവൻ്റെ പ്രവർത്തനം നടക്കുന്നുവെന്നറിയാം. മുഷിയരുതേ, മുഷിയുന്നവരുടെ കൂട്ടത്തിലാകരുതേ, അംഗീകരിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവൻ ദേവാലയത്തിൽ വന്നിരിക്കും. യേശു ഈ ഭാഗത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ, അത് വെളിയിലൂടെ നടക്കുന്ന ചരിത്രമല്ല യേശു പറഞ്ഞത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കയറി നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ യേശു മടങ്ങി വരികയില്ല എന്ന് വരെ പറയുന്ന അധർമ്മികൾ, അബദ്ധ ഉപദേശങ്ങൾ എഴുന്നേറ്റ് വരും. എന്തിനാണ് ഇവ ഒരുമിച്ച് കൂടുന്നത്? നമ്മെ 1-ാം സ്ഥാനത്ത് നിന്ന് മാറ്റാനാ. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ അവിടെ നിന്ന് മാറ്റാനാ. മാറ്റുമോ? അതെന്നേ, ജയിച്ചില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്തു നിന്ന് നീക്കിക്കളയും. 1-ാം സ്ഥാനത്തിരിക്കേണ്ട നിലവിളക്ക് 2-ാം സ്ഥാനത്തേക്ക് തള്ളി മാറും. 1-ാം സ്ഥാനത്തിരിക്കേണ്ട നിലവിളക്ക് 3-ാം സ്ഥാനം വരെ പോകും. ഞാനിവിടെ ഒരു കൊച്ചു കഥ തൊടാൻ പോകുകയാണ്. റിച്ചാർഡ് വൂംബ്രാഡ് എന്ന ജീവനുള്ള രക്തസാക്ഷി എന്നറിയപ്പെട്ടിരുന്ന റിച്ചാർഡ് വൂംബ്രാഡ് റുമേനിയയിൽ നടന്ന ഒരു ചരിത്രം രേഖപ്പെടുത്തിയതാണ് ഞാൻ എടുത്തു പറയാൻ വരുന്നത്. റുമേനിയയിൽ യേശുവിനെ വിശ്വസിക്കുന്ന 40 പേരെ തണുപ്പിച്ചു കൊല്ലുവാൻ ഒരിക്കൽ അവിടുത്തെ പട്ടാളം വിധിച്ചു. വേലി കെട്ടി അടച്ച ഒരു വളപ്പിനകത്ത് 40 ക്രിസ്ത്യാനികളെ മഞ്ഞ് വീഴുന്ന തണുപ്പത്ത് കൊണ്ട് നിർത്തി. അതിൻ്റെ ഒരു ഭാഗത്തായി ഒരു റൂം, ഗാർഡ് റൂം. അതിനകത്ത് പട്ടാളക്കാരും തോക്കും തോട്ടയും എല്ലാം ഉണ്ട്. അതിനകത്ത് ചൂടുള്ള ആഹാരവും ചൂടുള്ള പാലും വെച്ചിട്ടുണ്ട്. 40 ക്രിസ്ത്യാനികൾ യേശുവിനെ വിശ്വാസം മാറുകയില്ലെന്ന് പറഞ്ഞവരെ ഈ തണുപ്പത്തേക്ക് ഇറക്കി നിർത്തി. അവരോട് പറഞ്ഞു, ആർക്കെങ്കിലും ഒരുവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ യേശുവിനുള്ള വിശ്വാസം ഉപേക്ഷിച്ചാൽ നിനക്ക് അകത്ത് വരാം. ചൂടുള്ള പാലും ചൂടുള്ള ആഹാരവും ചൂടുള്ള അന്തരീക്ഷവുമുണ്ട്. ഇല്ലെങ്കിൽ നീ ആ തണുപ്പത്ത് മരിക്കും. ഈ 40 പേരും വിശ്വാസത്തിന് വേണ്ടി ചാകാൻ നിൽക്കുക. തണുപ്പായതോടെ, അസ്ഥിക്കകത്തോട്ട് തണുപ്പ് കയറിയതോടെ ഒരുത്തൻ തീരുമാനിച്ചു, ഞാൻ യേശുവിനെ ഉപേക്ഷിക്കാൻ പോകുകയാണ്. ചിലപ്പോൾ ഇങ്ങനെ ഓർത്ത് കാണും, അകത്ത് കയറി സുഖമായി ജീവിച്ചുകൊണ്ട് അകം കൊണ്ട് യേശുവിനെ അങ്ങ് വിശ്വസിച്ചാൽ പോരെ, എന്തിനാ പരസ്യമായി പറയുന്നതൊക്കെ ഓർത്ത് കാണാം. രണ്ടായാലും ഒരുത്തൻ അവൻ്റെ വിശ്വാസം ഉപേക്ഷിച്ച് ഏറ്റു പറയാൻ തീരുമാനിച്ചു. പക്ഷേ അകത്തിരുന്ന ക്യാപ്റ്റൻസിൽ ഒരുവൻ, ആ ഗാർഡ് റൂമിൻ്റെ ഉള്ളിലിരുന്ന ഒരു ക്യാപ്റ്റൻ, ആ കിരീടം എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് തണുപ്പത്തേക്ക് എടുത്ത് ചാടുന്ന ഒരു കാഴ്ച കണ്ടു. എല്ലാവരും ഞെട്ടി. ഒരുത്തൻ വിശ്വാസം ഉപേക്ഷിച്ച് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ ആ കിരീടം എനിക്കെന്ന് പറഞ്ഞ് വേറൊരു ക്യാപ്റ്റൻ വെളിയിലേക്ക് ചാടുന്നു. ചോദിച്ചപ്പോഴേ ക്യാപ്റ്റൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കുറച്ചു നേരമായി ഞാൻ കാണുകയാണ്, ഒരു 40 കിരീടങ്ങൾ സ്വർഗത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. രക്തസാക്ഷികൾക്കുള്ള പ്രത്യേക കിരീടങ്ങളുണ്ട്. 40 കിരീടങ്ങൾ സ്വർഗത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണ്. കഴിഞ്ഞ 15 മിനിറ്റായി അതിൽ ഒരു കിരീടം അവിടെ തന്നെ നിന്ന് കറങ്ങുന്നു. 39 കിരീടങ്ങൾ മാത്രം താഴോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ പിന്മാറ്റക്കാരൻ്റെ അകത്ത് പിന്മാറ്റത്തിൻ്റെ ചിന്ത തുടങ്ങി. കിരീടം നിന്ന് കറങ്ങുകയാണ്. 39 കിരീടങ്ങൾ മാത്രം താഴോട്ട് വരുന്നു. ഞാൻ നോക്കിയപ്പോൾ താണ്ട് ഒരുത്തൻ യേശുവിനെ ഉപേക്ഷിച്ച് തിരിച്ചു കയറി വരുന്നു. അത് അവൻ്റെ കിരീടമാണെന്ന് മനസ്സിലായി. അതെനിക്ക് വേണം. ഇന്ന് രാത്രി കൊണ്ട് എൻ്റെ കഷ്ടത തീരും. ഈ ഒരു രാത്രി കൊണ്ട് ഞാൻ ചത്തു കിട്ടും. പക്ഷെ നിത്യതയിൽ എനിക്ക് എത്തുവാൻ കഴിയും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ കഴിഞ്ഞ 15, 20, 50 വർഷമായി അനേക ത്യാഗം സഹിച്ച് റുമേനിയയുടെ മണ്ണിൽ യേശുവിനെ ഉയർത്തിയ ഹതഭാഗ്യനെ ആ ഒടുവിലത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ ഒടുവിലത്തെ അര ദിവസം നിനക്ക് കഠിന കഷ്ടത കൂടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നീ തകർന്നു പോയല്ലോ. ഇന്ന് പകൽ ദൈവത്തെ സേവിച്ച ദൈവ പൈതലേ, എത്രയോ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ദൈവ പൈതലേ, ഒടുവിലൊരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിസ്സാരമല്ല, ഗൗരവമുള്ളതാണ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ബുദ്ധിമുട്ട് അവനറിയാം. പക്ഷെ ഇതിനേക്കാൾ വലിയൊരു നിത്യത എനിക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അങ്ങയ്ക്ക് കഴിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമുക്കൊന്ന് പറയാമോ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ,
വാഴ്ചകളോ അധികാരങ്ങളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ മറ്റ് യാതൊരു ശക്തിയോ എന്നെ പിടിച്ചു മാറ്റുവാൻ കഴിയുന്നതല്ല. എൻ്റെ കിരീടം മറ്റൊരുത്തനെടുക്കാതിരിക്കുവാൻ എനിക്കുള്ളത് മുറുകെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 1-ാം സ്ഥാനത്ത് നിൽക്കേണ്ടതിന് എനിക്കൊരു പദവി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളതിന് ചപ്പെന്നെണ്ണി മുന്നോട്ട് കയറുവാൻ പരിശുദ്ധാത്മാവിൽ ഞാനൊരു ആഹ്വാനം ബെഥലൈറ്റ്സിന്റെ മുമ്പിൽ വയ്ക്കുകയാ. വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. വീഴുന്നവൻ്റെ വീഴ്ചയിൽ എൻ്റെ ദൈവത്തിന് സന്തോഷമില്ല, പക്ഷേ വളരുന്നവൻ്റെ വളർച്ചയിൽ എൻ്റെ ദൈവത്തിന് സന്തോഷമുണ്ട്. എല്ലാ കണ്ണുകളും വീണ്ടും അടയ്ക്കുമോ? യേശുവേ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ തന്ന ജീവന്റെ സന്ദേശത്തിനായി നന്ദി രാജാവേ, നന്ദി. തുറന്നൊരു ദൈവശക്തിയുടെ വ്യാപാരം അടിയങ്ങളുടെ നടുവിൽ അയക്കണമേ. കടഭാരങ്ങളിലായ ചിലരെ ഇന്ന് ഞാൻ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കടഭാരത്തിൻ്റെ നാണക്കേടിൻ്റെ പിശാചേ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകുവാൻ, ജീവിതങ്ങൾ സ്വതന്ത്രമാകുവാൻ ഇന്ന് പകൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ചതച്ചു കളഞ്ഞ, ഉടച്ചു കളഞ്ഞ, ഓ ഗാഡ്, 2 പാത്രങ്ങൾ കർത്താവിനെ കാണിക്കുന്നു. ഒന്നിനകത്ത് കട്ടിയുള്ള തൈര്, വേറൊന്നിനകത്ത് മോര്. ഈ തൈര് ഉടച്ച് വെള്ളം ചേർത്ത് കലക്കി. പണ്ടത് 10 ഔൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം 40 ഔൺസായി വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഒരു കാലത്തും തിരിച്ച് കട്ട പിടിക്കുവാൻ സാധ്യതയില്ലാത്ത തകർന്നു പോയ ചില വ്യക്തിത്വങ്ങൾ, പ്രൈസ് ഗാഡ്, തകർന്നു പോയ ചിലത് യേശുവിന്റെ നാമത്തില് തിരികെ പണിയപ്പെടുവാൻ യഹോവയാൽ അസാധ്യമായ വല്ല കാര്യവുമുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചാലും ഇതൊരു പെൺകുട്ടിയുടെ വിഷയമാ. എഴുന്നേൽക്കണ്ട. ചുവന്ന് തിളങ്ങുന്ന നല്ല ഒരു ടൊമാറ്റോ പഴം ആരോ കയ്യിലെടുത്ത് ഞെക്കി ഉടച്ച ശേഷം വലിച്ചെറിഞ്ഞു കളഞ്ഞേച്ചു പോയതുപോലെ ഇന്ന് അവശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയെ ചുമന്ന് തിളങ്ങുന്ന ടൊമാറ്റോയുടെ പഴം കയ്യിലെടുത്ത് ഞെക്കിപ്പിഴിഞ്ഞ് ഇനി അതാർക്കും ഉപയോഗിക്കുവാൻ ഇല്ല എന്ന് പറഞ്ഞ് ശൂന്യമായപ്പോൾ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ എറിയപ്പെട്ട ഒരു വ്യക്തിത്വം യേശുവിന്റെ നാമത്തില് റിക്കവറി പ്രാപിക്കുവാൻ we command a recovery, we command a restoration. യേശുവേ, അറിവില്ലായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാത്ത പിതാവേ, സഭ ആ വ്യക്തിത്വത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ഇന്ന് പകൽ ഒരു റിസ്റ്റോറേഷൻ അയക്കണേ. ഒരു ദൈവ കൃപ പകരണേ. ഒരു റിസ്റ്റോറേഷൻ അയക്കണേ. ദൈവത്തിന്റെ കൃപ പകരണമേ. തവേ രോഗികൾ സൗഖ്യമാകട്ടെ. കടഭാരങ്ങളിലുള്ളവർ വിടുവിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കുവാൻ, വരവ് ചിലവുകളെ നിയന്ത്രിക്കുവാൻ സുബോധത്തിന്റെ ആത്മാവ് അങ്ങനെ ജനത്തിന്റെ മേൽ പകരണമേ. സുബോധത്തിന്റെ ആത്മാവിനെ പകരണമേ. രോഗശക്തികളെ ശാസിക്കുന്നു, കടഭാരങ്ങളെ ശാസിക്കുന്നു. ഇന്ന് പകലി വാക്കിന്റെ മുമ്പിൽ രോഗികൾ സൗഖ്യമാകാം. ഇന്ന് പകലി ദൂതിന്റെ മുമ്പിൽ ചില കടഭാരങ്ങൾ താഴെ വീഴാം. ഞങ്ങളുടെ ചുമലുകൾ കൊട്ട വിട്ടൊഴിയുവാൻ, പിശാചിന്റെ അടിമപ്പണിയുടെ ചിലവ് സ്വതന്ത്രമാകുവാൻ പകൽ ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ദൈവിക കാഹളം മുഴക്കുന്നു. ഇന്നത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അത് ചെയ്തതുകൊണ്ട് സ്തോത്രം. പാട്ടുപാടി നമുക്ക് സ്തോത്ര കാഴ്ചയെടുക്കാം. ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കളെല്ലാം ചേർന്ന് ഒരിക്കൽ കൂടി ശബ്ദമേറി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാട്ടുപാടി നമുക്ക് സ്തോത്ര കാഴ്ചയെടുക്കാം. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ,
എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. നമുക്കൊരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ ശക്തിയും സൗഖ്യവും ഇതിൻ്റെ അകത്ത് വ്യാപരിക്കേണ്ടതിനായി ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സൗഖ്യം നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആരാധനയോടെ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകന്റെ അടുക്കൽ വരും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകന്റെ അടുക്കൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയിൽ തോടനിക്കു ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും, ജീവ ഉറവയിൽ തോടനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം എനിക്കായി കരുതുവാനികത്തില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം. ക്ഷാമമെറ്റു സാരപാത്തിൽ സഹിച്ചിടിലും മരിക്കുവാൻ ഒരുക്കമായിരുന്നിടിലും. ക്ഷാമമെറ്റു സാരപാത്തിൽ സഹിച്ചിടിലും മരിക്കുവാൻ ഒരുക്കമായിരുന്നിടിലും. കാലത്തിലെ മാവുലക്ഷം കുറയുന്നില്ല, എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലക്ഷം കുറയുന്നില്ല, എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോ. അമ്മേ എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി ഓ കാക്കകളെ നോക്കിടുവിൻ ഇരക്കുന്നില്ല, കൊയ്തുകാടപ്പൂരയൊന്നും ഇറക്കുന്നില്ല. അമ്മ കാക്കകളെ നോക്കിടുവിൻ ഇരക്കുന്നില്ല, കൊയ്തുകാടപ്പൂരയൊന്നും ഇറക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും അനിലെ പറവകൾ. ഹല്ലേലൂയ. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും അനിലെ പറവകൾ പുലരുന്നല്ലോ. അമ്മേനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം ശത്രുഭീതി കേട്ടുതെല്ലാം നടുങ്ങിടിലും, ചുരച്ചെടി തണലതി ഉറങ്ങിടിലും. ശത്രുഭീതി കേട്ടുതെല്ലാം നടുങ്ങിടിലും, ചുരച്ചെടി തണലതി ഉറങ്ങിടിലും. വന്നുണർത്തിത്താലും ദൂതൻ കടലടകു കുത്തനാക്കി നടത്തിയിടും ദിനം ദിനമായി. വന്നുണർത്തിത്താലും ദൂതൻ കടലടകൾ നിന്നു കുത്തനാക്കി നടത്തിയിടും ദിനം ദിനമായി. അമ്മേനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. അമ്മേനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തില്ലേ ഒന്നും, ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അമ്മേനിക്കായി പ്രത്യാശയോടെ ഹല്ലേലൂയ. ഓ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി കാകന്റെ അടുക്കൽ വരും.
അവൻ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ ഭക്ഷണമായി ആകലിന്റെ അകങ്ങൾ വരും. ഓ അപ്പം ജീവകാലത്തിൽ തരും ജീവ ഉറവയിൽ തോടരിക്കുന്ന അപ്പം ജീവകാലത്തിൽ തരും ജീവ ഉറവയിൽ തോടരിക്കുതാൻ അമരേനിക്കായി കരുതാമൻ ദുരച്ചവരെ എനിക്കൊട്ട് ഭയമില്ല, അല്പം പോലും ഭയമില്ലാതെ. എനിക്കൊട്ട് ഭയമില്ല, നിരച്ചിടും അമരേനിക്കായി കരുതും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾക്ക് ഇന്ന് തന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദി. ഞങ്ങൾ ഇപ്പോഴങ്ങോട്ടും ഇങ്ങോട്ടുമായി പിരിയട്ടെ. ഇന്ന് പകൽ ഞങ്ങളോട് ഇടപെട്ട വലിയ ദൈവിക ആലോചനയ്ക്കായി നന്ദി. കർത്താവിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഇരുന്നതിനായി നന്ദി. താങ്ക് യു ലോർഡ്. കർത്താവേ നന്ദി. അങ്ങയുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചയക്കുന്നു. അനുഗ്രഹം അങ്ങയുടെ മക്കളുടെ കൂടെ പോട്ടെ. അങ്ങയുടെ കൃപ കൂടി ഇരിക്കണേ. മഹത്വം കർത്താവ് എടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ട എല്ലാ ആവശ്യത്തോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു വെളിപ്പാടും കൂടെ കാണിച്ചു. ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ ചുറ്റും വട്ടത്തിൽ നിന്ന് ഏറും അടിയൊക്കെ ഉണ്ടെങ്കിലും ഈ പാത്രത്തെ കൊള്ളാതെ അതിന് വട്ടത്തിൽ കയറുകൊണ്ടുള്ള ഒരു വേലിയും, ആദ്യമേ കയറുകൊണ്ടുള്ള ഒരു വേലിയും, ഒരു കയറ് നെയ്ത് ആ പാത്രത്തിൻ്റെ വട്ടത്തിൽ വെച്ചിരിക്കുക. അതിൻ്റെ വെളിയിൽ നോർമലായ മുള്ളു കമ്പി കൊണ്ടുള്ള ഒരു വേലിയും. പറഞ്ഞു ചിലതിനെ ഇന്നുവരെ പരിപാലനമില്ലഞ്ഞതിനെ എനിക്ക് തോന്നുന്ന തകർന്നുടഞ്ഞ വ്യക്തിയായ കർത്താവ് പ്രത്യേകിച്ചൊരു പരിപാലനത്തിനകത്താക്കി. നന്ദി, നന്ദി, നന്ദി. കർത്താവിന് സ്തോത്രം.